വിലപ്പെട്ട അവസരങ്ങളിൽ ഓർത്ത് സർവശക്തനായ ദൈവത്തിന് മുഴുവൻ മഹത്വം ഞാൻ അർപ്പിക്കുന്നു. അപ്രകാരം എന്നെ ഈ മീറ്റിലേക്ക് ക്ഷണിച്ച കർത്താവിന്റെ വിലപ്പെട്ട അഭിഷിക്തദാസൻ പാസ്റ്റർ റോയ് ബേബി അവർക്കുള്ള പ്രത്യേക നന്ദിയെ വന്ദനത്തെ ഇത്തരത്തിൽ അറിയിക്കുന്നു. എന്നെ ഈ മീറ്റിംഗിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത കർത്താദാസന്റെ ക്രിസ്തുവിന്റെ സ്നേഹിതൻ കുവൈറ്റിലെ റോബിൻ ബാഷാണ്. അദ്ദേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഇതിനകത്ത് കൂടി വന്നിരിക്കുന്ന സകല അഭിഷിക്തന്മാർക്കും ദൈവജനത്തിനും ക്രിസ്തുവേശു നാമത്തിലുള്ള നന്ദിയെ വന്ദനത്തെ ഇത്തരത്തിൽ ഞങ്ങൾ അറിയിക്കുന്നു. ഈ മീറ്റിങ്ങിന് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നെ പ്രാർത്ഥനാ മുറിയിൽ കൈമാറിയ ഒന്ന് രണ്ട് ദൈവശബ്ദമുണ്ട്. നാം പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ആയിരിക്കുന്നെങ്കിൽ നിശ്ചയമായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് തുടർന്നും അതിശക്തമായി ഇടപെടുന്ന നിമിഷങ്ങളായിരിക്കും. നമുക്ക് ഇവർക്കും പരിചിതമായ ഒരു വേദഭാഗം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം അതിന്റെ 1, 2, 3, 4 വാക്യങ്ങൾ ഒരാൾക്ക് ശബ്ദം ഉയർത്തി വായിക്കാം. യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ടു പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ചു നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. നമുക്ക് ഏവർക്കും പരിചിതമായ ഒരു വേദഭാഗമാണ്. വായിച്ച് സഹായിച്ച പ്രിയാന്റിയോടുള്ള ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് ക്ലോസ് ചെയ്യുവാൻ ശ്രമപ്പെടുകയാണ്. ചില കാര്യങ്ങളുമായിട്ട് സംസാരിക്കാനുള്ള ടൈമില്ല എങ്കിലും കമ്പിവാചകം പോലെ ചില കാര്യങ്ങൾ നമ്മൾ ഓടിച്ച് ചിന്തിക്കാൻ വേണ്ടി പോവുകയാണ്. ഇത് അബ്രഹാമിന് ലൈഫിനകത്തുണ്ടാകുന്ന ഒരു ഒന്നാമത്തെ എൻകൗണ്ടർ ആയിട്ട് ഈ വേദഭാഗം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഒന്നുകൂടെ പറഞ്ഞാൽ, സർവശക്തനായ ദൈവത്തോട് അബ്രഹാം അഭിമുഖമായി ഇടപെടുന്ന ഒരു ഭാഗമായിട്ട് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. ദൈവമായിട്ടൊരു കൂട്ടിമുട്ടൽ അബ്രഹാമിന്റെ ലൈഫിൽ സംഭവിക്കുകയാണ്. നമുക്കറിയാം അബ്രഹാം ആരായിരുന്നു, തന്റെ അപ്പൻ ആരായിരുന്നൊക്കെ നമുക്കറിയാം. അവരുടെ ജോലി എന്തായിരുന്നൊക്കെ നമുക്കറിയാം. അവർ വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നവരായിരുന്നെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. ചരിത്രത്തിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വിഗ്രഹങ്ങൾ ഉണ്ടാക്കുകയും വിൽക്കുകയും അതുമായി ബന്ധപ്പെട്ട ബിസിനസ്സിൽ ഏർപ്പെട്ട ഒരു ഫാമിലി ആയിരുന്നു ഈ ഫാമിലി. ഈ ഭാഗം ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങളുടെ അകത്ത് അവന് കയറി വരുവാനായിട്ട് എഴുതുന്നു. എന്നോട് പറഞ്ഞ അബ്രഹാമിന്റെ വീട്ടിൽ നിരവധി ദൈവങ്ങൾ തന്നെയുണ്ട് എന്ന് പറഞ്ഞാൽ, ചെറുത് തൊട്ട് വലുത് വരെയുള്ള വിവിധ രൂപത്തിൽ വിവിധ ഭാവത്തിൽ അവൻ പല നിലവാരത്തുള്ള വിലയുള്ള വിലയിൽ വ്യത്യാസമുള്ള അങ്ങനെ ഒട്ടനവധി വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വീട്ടിലാണ് അബ്രഹാം ജനിച്ചു വളർന്നത്. അങ്ങനെ താൻ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ദൈവമായ യഹോവയായിട്ട് തനിക്കൊരു എൻകൗണ്ടർ ഉണ്ടാകുന്നത്, ദൈവമായിട്ട് താൻ കൂട്ടിമുട്ടുന്നത്. ആ കൂട്ടിമുട്ടലുകൾ തന്റെ ജീവിതത്തിനകത്ത് വരുത്തിയ മാറ്റം വേദപുസ്തകത്തിൽ ഉടനീളം പരിശോധിക്കുമ്പോൾ ഒരു അസാധാരണമായ മാറ്റങ്ങളാണ് അബ്രഹാമിന്റെ ലൈഫിൽ ദൈവം ചെയ്തത്. അബ്രഹാമിന്റെ വീട്ടിൽ ഞാൻ പറഞ്ഞതുപോലെ നിരവധി വിഗ്രഹങ്ങളുണ്ട്. പല വിലയുള്ള, പല രൂപമുള്ള, പല ഭാവമുള്ള ഒട്ടനവധി വിഗ്രഹങ്ങളെ കണ്ട് വളർന്നവനാണ്. ഒരുപക്ഷെ അതൊക്കെ ദൈവം എന്ന് വിശ്വസിച്ച് വന്നവനായിരുന്നിരിക്കാം അബ്രഹാം. അങ്ങനെ ഒരു സാഹചര്യത്തിന്റെ നടുവിൽ നിന്ന് തേജോമനായ ദൈവം അബ്രഹാമിന് പ്രത്യക്ഷമായിട്ട് ദൈവം അവനെ ഊരിൽ നിന്ന് വിളിച്ചിറക്കുന്ന ഭാഗമാണ് നമ്മുടെ വായ്പാനാട്ടിലെത്തുന്നത്. അബ്രഹാമിനോട് ദൈവം പറയുകയാണ് 3 കാര്യങ്ങളോട് ആവശ്യപ്പെടും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. 3 കാര്യങ്ങളോട് വായിക്കുന്നത് ഇങ്ങനെയാണ്. 1, യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും. 1 ദേശം വിടുക, 2 ചാർച്ചക്കാരെ വിടുക, 3 പിതൃഭവനത്തെ വിടുക. 3 കാര്യം വിടണമെന്ന് അബ്രഹാമിനോട് ദൈവം അവൻ അരുളപ്പാട് കൈമാറുകയാണ്. അതിൻ പ്രകാരം അബ്രഹാം 3 കാര്യം വിട്ട് പിന്നീട് അദ്ദേഹം ദൈവത്തിന്റെ പുറകെ ഇറങ്ങിത്തിരിക്കുകയാണ്. എന്റെ ചോദ്യം, ഞാൻ ഈ ഭാഗം ചിന്തിച്ചപ്പോൾ എനിക്ക് കാര്യം പിടികിട്ടി. എന്തുകൊണ്ടായിരിക്കും ഈ തേജോമനായ ദൈവത്തിന്റെ പുറകിൽ അബ്രഹാം ഇറങ്ങിത്തിരിക്കാനുള്ള കാര്യം എന്നറിയാമോ? നിരവധി ദൈവങ്ങളെ കണ്ടു വളർന്നവനാണ് അബ്രഹാം. എന്ന് പറഞ്ഞാൽ ദൈവം എന്ന് വിശ്വസിച്ച് അതിനെ ആരാധിക്കുകയും ഭജിക്കുകയൊക്കെ ചെയ്തൊരു കാലഘട്ടം അബ്രഹാം ഉണ്ടായിരുന്നിരിക്കാം. ആ ഒരു സാഹചര്യത്തിൽ നടുവിൽ നിന്നാണ് ജീവനുള്ള ദൈവത്തെ കണ്ടത്. ഒന്നുകൂടെ പറഞ്ഞാൽ, അബ്രഹാം ഇറങ്ങിത്തിരിക്കാനുള്ള കാര്യം കണ്ണുണ്ടായിട്ടും കാണാത്ത, ചെവി ഉണ്ടായിട്ടും കേൾക്കാത്ത, വായുണ്ടായിട്ടും സംസാരിക്കാത്ത,
കാലുണ്ടായിട്ട് നടക്കാത്ത, കൈയുണ്ടായിട്ട് സ്പർശിക്കാത്ത, ഒട്ടനവധി വിവിധ രൂപത്തിൽ, ഭാവത്തിൽ, പൊക്ക വ്യത്യാസങ്ങളിൽ അല്ലെങ്കിൽ വലിപ്പ വ്യത്യാസങ്ങളുള്ള വിഗ്രഹങ്ങളെ കണ്ട് വളർന്ന അബ്രഹാമിനോട് ഇതുവരെ ഇടപെടുന്ന ഒരു ദൈവശബ്ദം തന്റെ ലൈഫിൽ ഇതുവരെ താൻ അനുഭവിച്ചിട്ടില്ല. പക്ഷേ ഒരിക്കൽ തേജോമനായ ദൈവം ഇറങ്ങി വന്ന് തന്നോട് അഭിമുഖമായി സംസാരിച്ചപ്പോൾ തനിക്ക് മനസ്സിലായി, ആമൻ ഏക സത്യ ദൈവം ആരെന്ന് തിരിച്ചറിവ് പ്രാപിച്ച ആ മനുഷ്യൻ പിന്നീടുള്ള യാത്ര ആ ദൈവത്തിന്റെ പുറകിലായിരുന്നു. ഞാൻ പറഞ്ഞ പദം മനസ്സിലാക്കിയ വ്യക്തികളെ ഓർത്ത് ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. ദൈവത്തിന്റെ ശബ്ദം കേട്ട് ആ 3 കാര്യങ്ങളെ വിട്ട് ആ ദൈവ മനുഷ്യൻ മുമ്പോട്ട് പോകാൻ തീരുമാനമെടുത്ത് ഉറച്ചു നിന്നത് നിമിത്തം ദൈവം അവന് വേണ്ടി ചെയ്ത കാര്യം 6 കാര്യങ്ങളാണ്. സ്തോത്രം. 3 കാര്യം ദൈവത്തിന് വേണ്ടി വിട്ടപ്പോൾ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ നിനക്ക് 6 കാര്യം ചെയ്തു. എന്താണ് 6 കാര്യം? അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. 1, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. 2, സ്തോത്രം, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേര് ഞാൻ വലുതാക്കും. 3, നീ ഒരു അനുഗ്രഹമായിരിക്കും. 4, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. 5, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. 6, നിന്നിൽ ഭൂമിയിൽ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടുമെന്ന് ഒരു വലിയ വാഗ്ദത്തം അബ്രഹാമിന്റെ മേൽ കൈമാറിക്കൊണ്ടാണ് സ്വർഗം അവനെ ആ നിലവാരത്തിൽ നിന്ന് പുറത്തിറക്കുന്നത്. എന്റെ ഭാഷയിൽ പറഞ്ഞാൽ അബ്രഹാം ദൈവത്തിനു വേണ്ടി 3 കാര്യം ചെയ്തപ്പോൾ ദൈവം അബ്രഹാമിന് വേണ്ടി 6 കാര്യം ചെയ്യാൻ തയ്യാറായി. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ, ചിലതൊക്കെ ദൈവം നമ്മോട് വിടാൻ ആവശ്യപ്പെട്ടാൽ വിട്ടോണം. അതിന്റെ പുറകിൽ വെളിപ്പെടാനിരിക്കുന്ന അനുഗ്രഹങ്ങൾ നമ്മുടെ ചിന്തകൾക്കപ്പുറമാണ്, ബുദ്ധി വൈഭവങ്ങൾക്കപ്പുറമാണ്, മാനുഷ്യ മസ്തിഷ്കത്തിന് എത്തിപ്പിടിപ്പാൻ കഴിയാത്തത് പോലെയുള്ള ദൈവിക അനുഗ്രഹത്തിന്റെ കലവറകളെ തുറക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് പറഞ്ഞാൽ, അത് നാം സേവിക്കുന്ന ദൈവമാണെന്ന് പറഞ്ഞാൽ, ഇന്ന് പകൽ ആ ദൈവ ശബ്ദത്തിന് മുമ്പിൽ ആമേൻ എന്ന് പറഞ്ഞ് ആ ദൈവ ശബ്ദത്തെ സ്വീകരിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. സ്തോത്രം. അബ്രഹാം ദൈവത്തിനു വേണ്ടി ഒരു ചെറുവിരൽ അനക്കിയപ്പോൾ സ്വർഗം അവന് വേണ്ടി ഒരു പെരുവിരൽ അനക്കി. ആമേൻ. എത്ര പേർക്ക് പദം പിടികിട്ടിയെന്ന് മനസ്സിലായി? ഒരു ചെറുവിരൽ അബ്രഹാം ദൈവത്തിനു വേണ്ടി ചലിപ്പിക്കാൻ തയ്യാറായപ്പോൾ ദൈവത്തിന്റെ വൻകരം അബ്രഹാമിന് വേണ്ടി ചലിക്കാൻ തുടങ്ങി. ഇന്ന് പകൽ ദൈവത്തിനു വേണ്ടി അങ്ങനെ ഉറപ്പോടും വിശ്വസ്തയോടും നിൽക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. ഒരുപക്ഷെ ഇന്നിന്റെ സാഹചര്യം നിങ്ങളുടെ മുമ്പിൽ അടഞ്ഞ അധ്യായം പോലെ കിടക്കുന്ന ഒരു അനുഭവമായിരിക്കാം. പക്ഷെ കർത്താവ് പറയുക, നിങ്ങൾക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ഇന്ന് പകൽ ചെയ്യാൻ ദൈവം വിശ്വസ്തനാണ്. അബ്രഹാമിനെ വിളിച്ചിറക്കി അവന്റെ അതിരുകളെ വിശാലമാക്കി അവന്റെ സ്ഥിതിഗതികൾക്ക് ഭേദഗതി കൽപ്പിച്ച കർത്താവ് ഇന്ന് പകൽ ആരോടൊക്കെയോ ശക്തിയോടെ ആലോചന കൈമാറുകയാണ്. എനിക്ക് വേണ്ടി നിൽക്കുന്ന എന്റെ ജനത്തിനു വേണ്ടി ഞാൻ നിൽക്കുമെന്നൊരു പദം പരിശുദ്ധാത്മാവ് എന്റെ കേൾവിക്കാരോട് ഇടപെടുകയാണ്. ഒന്നുകൂടെ കർത്താവ് ആവർത്തിച്ചിടപെടുന്നു. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. ഇന്ന് പകൽ ദൈവത്തെ മാനിക്കുന്നവരാണോ നിങ്ങൾ? പരിശുദ്ധാത്മാവ് പറയുകയാണ്, ദൈവത്താലുള്ള സമസ്ത മേഖലയ്ക്കകത്തും നിങ്ങൾ ദൈവത്താലുള്ള മാന്യതകൾ പ്രാപിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ഈ പകൽ ഇടപെടുകയാണ്. പ്രാർത്ഥിക്കുന്ന ആരോടൊക്കെയോ ദൈവാത്മാവ് ഇടപെടുകയാണ്. ഭാരത്തോടെ വിഷമതയോടെ ദൈവസ്ഥനിൽ ചില ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന നിന്നെ നോക്കി തന്നെ ആത്മാവ് ഇടപെടുന്നത്, എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും. ഈ പകൽ പ്രാർത്ഥിക്കുന്ന സഭയോട് പരിശുദ്ധാത്മാവ് പ്രാരംഭമായി പ്രവചനാത്മാവിൽ ദൂത് കൈമാറുകയാണ്. അബ്രഹാമിനെ വിളിച്ചിറക്കി അവന്റെ അതിരുകളെ വിശാലമാക്കി അവന്റെ സ്ഥിതിഗതികൾക്ക് വേദം വരുത്തിയ ദൈവം. അബ്രഹാം ദൈവത്തിന്റെ വാക്കനുസരിച്ച് പുറപ്പെട്ടത് നിമിത്തം അവന്റെ ലൈഫിനെ അടിമുടി മാറ്റിയതുപോലെ ഈ പകൽ ദൈവത്തെ ആരാധിക്കുന്ന പ്രാർത്ഥിക്കുന്ന ജനമേ, നിങ്ങളുടെ ആത്മാവ് ഇടപെടുകയാണ്. നിങ്ങളുടെ സ്ഥിതികൾക്ക് ദൈവം വലിയ മാറ്റം കൽപ്പിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ഈ പകൽ പ്രവചനാത്മാവിൽ ദൂത് കൈമാറുകയാണ്. ഈ പകൽ പ്രാർത്ഥിച്ചാട്ടെ. ഷീജ എന്ന ഡിവൈസിനകത്ത് എന്നെ ശ്രദ്ധിക്കുന്ന മകളോട് ആത്മാവ് ഇടപെടുകയാണ്. അബ്രഹാമിനെ വിളിച്ചിറക്കിയ ദൈവമാണ് ഞാനെന്ന് സൈനികരുടെ യഹോവ ഈ പകൽ ആലോചന കൈമാറുകയാണ്. ദൈവമുഖത്തെ നോക്കി ഇറങ്ങിത്തിരിച്ച അബ്രഹാമിന്റെ ജീവിതത്തിനകത്ത് അടഞ്ഞുകിടന്ന ചില അധ്യായങ്ങളെ തുറന്നൊരു അത്ഭുത വിഷയമാക്കി മാറ്റിയതുപോലെ
നിന്റെ ലൈഫിനകത്ത് അടഞ്ഞു കിടക്കുന്ന ചില മേഖലകൾക്കകത്ത് കർത്തന്റെ കരുത്തുറ്റ കരചലനം എന്തെന്ന് വെളിപ്പെട്ടു വരുന്ന ദിനരാത്രങ്ങൾ മുമ്പിലുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ആലോചന കൈമാറുകയാണ്. പ്രാർത്ഥനയിൽ മടുത്തു പോകരുത്, പ്രാർത്ഥനയിൽ ക്ഷീണിച്ചു പോകരുത്. ആത്മാവ് എന്നോട് പറയുന്നു, യിരെമ്യാ പ്രവാചക പുസ്തകം 33-ാം അധ്യായം 3-ാം വാക്യം, സൈന്യങ്ങളുടെ യഹോവ അരുളപ്പാടായി ആലോചന കൈമാറുകയാണ്. എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും. നീ അറിയാത്തതും മഹത്വരമായ അഗോചരമായ കാര്യങ്ങൾ ഞാൻ നിന്നെ അറിയിക്കുമെന്ന് ഈ പകൽ ദൈവാത്മ വിടപെടുകയാണ്. പ്രാർത്ഥിക്കുന്ന ചില വിഷയത്തിന്റെ നടുവിൽ പ്രത്യുത്തരം നൽകുന്ന ദൈവത്തിന്റെ കരചലനം ജീവിതത്തിന്റെ അകത്തളത്തിൽ ആത്മാവ് വെളിപ്പെടുത്തി മാറിക്കുന്ന സമയങ്ങൾ വിദൂരമല്ലെന്ന് ആത്മാവ് ഇടപെടുകയാണ്. അടകര രഗതൽ പ്രവനഘടകസി അന്തരാജാല പ്രവാനഘടകസി അതര പ്രവനഘടകസി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച എബ്ബേസിന്റെ അതിരിനെ വിശാലമാക്കിയ ദൈവം അതിരുകളെ വിശാലമാക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ആത്മിക മേഖലകളിൽ ഭൗതിക മേഖലകൾക്കകത്ത് ഒരു വലിയ വിശാലതകളെ നൽകി മാറിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് പകൽ നിങ്ങൾക്ക് വേണ്ടി ചലിക്കുമെന്ന് ആത്മാവ് ഇടപെട്ടാൽ ആ ദൈവശബ്ദത്തെ ആമേൻ എന്ന് പറഞ്ഞ് സ്വീകരിച്ചോ. അടഞ്ഞു കിടക്കുന്ന അധ്യായങ്ങളെ തുറക്കുന്ന ഒരു ദൈവകരം പ്രാർത്ഥിക്കുന്ന താങ്കൾക്ക് വേണ്ടി ചലിക്കുവാൻ വേണ്ടി പോകുകയാണ്. ആരാലും അടയ്ക്കാതെ വണ്ണം തുറക്കാൻ അധികാരമുള്ള ദാവീദിന്റെ താക്കോൽ കരത്തുള്ളവനായ ദൈവം ഈ പകൽ ഉറപ്പിച്ച് അടിവരയിട്ട് ദൂത് കൈമാറുകയാ. സ്വർഗം ചിലത് തുറക്കാൻ പോകുകയാ. സ്വർഗം വിഷയത്തിനകത്ത് ഇടപെടുവാൻ വേണ്ടി പോകുകയാണ്. പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് മറുപടിയുടെ കരചലനം വെളിപ്പെട്ടു വരും. രഹസ്യത്തിൽ പ്രാർത്ഥിച്ച അന്നയ്ക്കു വേണ്ടി പരസ്യത്തിൽ ദൈവത്താലുള്ള മാന്യതകൾ വെളിപ്പെട്ടതുപോലെ ചില പരസ്യമായ മാന്യതകളും ദൈവപ്രവൃത്തിയും ജീവിതത്തിന്റെ അകത്തളത്തിൽ കർത്താവ് ചെയ്തെടുക്കുമെന്ന് ഈ പകൽ ആത്മാവ് ആലോചന കൈമാറുകയാണ്. ആ ദൈവശബ്ദത്തെ ആമേ പറഞ്ഞ് സഭ സ്വീകരിച്ചാട്ടെ. പ്രാർത്ഥിക്കുന്ന നമുക്ക് വേണ്ടി സ്വർഗം ചലിക്കാൻ പോവുകയാണ്. പ്രിയരെ, അബ്രഹാം ദൈവത്തിനു വേണ്ടി ഇറങ്ങി തിരിച്ചത് നിമിത്തം പിന്നീട് തന്റെ ലൈഫിൽ തിരിഞ്ഞു നോക്കേണ്ട ഒരു സ്ഥിതി പിന്നീട് വന്നിട്ടില്ല. പിന്നീടുള്ള യാത്ര മുഴുവൻ ദൈവത്തോടുള്ള ഒരു ആഴമേറിയ ബന്ധത്തിനകത്തായിരുന്നു അബ്രഹാം യാത്ര തുടർന്നത്. അതിനകത്ത് ലെവലേശം ഒരു അകലമോ സ്തോത്രം അല്ലെങ്കിൽ ഒരു എന്താ പറയാ അകലമിട്ട് അനുഗമിക്കുന്ന ഒരു അനുഭവം അബ്രഹാമിൽ അബ്രഹാമിന്റെ ആത്മീക നിലവാരങ്ങൾ തുറന്നുള്ള അധ്യായങ്ങൾ എടുത്തു പഠിക്കുമ്പോൾ ദൈവത്തോടുള്ള ആഴമേറിയ ബന്ധമാണ് അബ്രഹാമിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഞാൻ ഇങ്ങനെ ഈ വചനം ധ്യാനിക്കുമ്പോൾ എന്റെ അകത്ത് ഇങ്ങനെ ചിന്ത കയറി വന്നു. ഈ പെട്ടെന്ന് ഇങ്ങനെയുള്ള സാഹചര്യമൊക്കെ വിട്ടിറങ്ങുമ്പോൾ എതിർപ്പുകൾ ഒരുപക്ഷെ അബ്രഹാമിന്റെ ജീവിതത്തിനകത്ത് ഉണ്ടായിരുന്നിരിക്കാം. ഒന്നുകൂടെ പറഞ്ഞാൽ തന്നെ പുറകോട്ട് പിടിക്കുന്ന പല ശബ്ദങ്ങളും തന്റെ പുറകിൽ പ്രതിധ്വനിച്ചിരിക്കാം. അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം നീ പോകരുത്, നീ ആ വഴിക്ക് തിരിയരുത്, നീ അങ്ങോട്ട് ചൂട് വെക്കരുത്, ആ നിലവാരത്തിലോട്ട് പോകരുത്. നാം സേവിക്കുന്ന ഒരു ദൈവമുണ്ടല്ലോ, ഈ സിസ്റ്റങ്ങളെ വിട്ട് ഈ സംഗതി വിട്ട് നീ മുന്നോട്ട് പോകരുതെന്ന് തന്നെ പിന്തിരിപ്പിക്കത്തക്ക നിലവാരത്തുള്ള പല ശബ്ദങ്ങളും തന്റെ പുറകിൽ ഒരുപക്ഷെ പ്രതിധ്വനിച്ചിരിക്കാം. പക്ഷേ അബ്രഹാം ദൈവശബ്ദം കേട്ടപ്പോൾ ഉറച്ച തീരുമാനമെടുത്ത് ചുവട് വെക്കാൻ തയ്യാറായപ്പോൾ തന്റെ ലൈഫിനെ മാറ്റിമറിച്ച ജീവിത അനുഭവങ്ങൾ എന്ന് പറയുന്നത് ചെറുതല്ല, വലിയ മാറ്റങ്ങളാണ് സർവശക്തൻ തന്റെ ലൈഫിനകത്ത് ചെയ്തത്. അബ്രഹാമിന് ഈ ദൈവമായിട്ടുള്ള എൻകൗണ്ടർ നടക്കുന്നത് അധ്യായം സസൂക്ഷ്മം നാം വായിച്ച് പരിശോധിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നുണ്ട്. ഏകദേശം ആ സമയം ആ ദൈവമനുഷ്യന്റെ പ്രായം എന്ന് പറയുന്നത് 75 വയസ്സാണ്. 75-ാമത്തെ വയസ്സിലാണ് ഈ മനുഷ്യൻ ദൈവമായിട്ട് ഒന്ന് കൂട്ടിമുട്ടാനായിട്ട് ഇടയെത്തുന്നത്. അപ്പൊ ഈ നീണ്ട കാലവർഷ അല്ലെങ്കിൽ സമയദൈർഘ്യമൊക്കെ മെനഞ്ഞുണ്ടാക്കിയ വിഗ്രഹങ്ങളെ സേവിച്ചും ഭജിച്ചും പൂജിച്ചൊക്കെ വന്നവനായിരിക്കാം അബ്രഹാം. പക്ഷെ ആ ഒരു സാഹചര്യത്തിലാണ് 6 വയസ്സിലാണ് എൻകൗണ്ടർ നടക്കുന്നത്, ദൈവമായിട്ട് ഒരു കൂട്ടിമുട്ടൽ ഉണ്ടാകുന്നത്. തന്റെ ലൈഫിനകത്ത് അതൊരു വലിയ മാറ്റത്തിന് തന്നെ കാരണമായി തീർന്നെന്ന് വേദപുസ്തകം ഉടനീളം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അടുത്തൊരു വ്യക്തിയുണ്ട്, അവൻ 80-ാമത്തെ വയസ്സിലാണ് ആ ദൈവ മനുഷ്യനെ ഒരു കൂട്ടിമുട്ടൽ നടക്കുന്നത്. അവൻ എവിടെ വെച്ചെന്നറിയാവോ? അവൻ മോശ എന്നാണ് ആ ദൈവ മനുഷ്യന്റെ പേര്. തന്റെ അമ്മായപ്പനായ ഇദ്രോവിന്റെ ആടുകളെ വെച്ച് മരുഭൂമിയുടെ മണലാരണ്യത്തിലൂടെ കടന്നു പോകുമ്പോൾ അവൻ 80-ാമത്തെ വയസ്സിൽ താൻ ഒരു കാഴ്ച കാണുകയാണ്. മുൾപ്പടർപ്പ് കത്തുന്നുണ്ട്, അത് വെന്തു പോകുന്നില്ല. ഈ കാഴ്ച എന്തെന്നറിയേണ്ടതിന് അവൻ ഓടി അടുത്തവനാണ് മോശ. അന്ന് ആ ദൈവ സാന്നിധ്യത്തോട് കൂട്ടിമുട്ടിയവന്റെ ലൈഫിനെ ദൈവം ടോട്ടലി തിരിക്കുവാൻ ദൈവത്തിന് പദ്ധതിയായി. ദൈവമായിട്ട് ആരൊക്കെ കൂട്ടിമുട്ടിയിട്ടുണ്ടോ അവരുടെ ലൈഫിനെ ദൈവാത്മാവ് മാറ്റിമറിച്ചിട്ടുണ്ട്. ഞാൻ പറയാം, 75-80 വയസ്സെന്നൊക്കെ പറഞ്ഞാൽ സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ സ്വപ്നങ്ങൾ
പ്രതീക്ഷകൾ അവസാനിക്കുന്ന പ്രായമാണ്. അവന്റെ പ്രതീക്ഷകൾ അസ്തമിക്കുന്ന സമയങ്ങളാണ്. അവന് കൂടുതൽ സ്വപ്നങ്ങളൊന്നും മുന്നോട്ട് ഇനി കാണാനായിട്ടില്ല. അവൻ മരണം മാത്രം പ്രതീക്ഷിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തിയാണ്. 75-80 വയസ്സെന്ന് പറയുമ്പോൾ ഒന്നുകൂടെ ചോദിച്ചാൽ പറയും അദ്ദേഹത്തോട്, നിങ്ങൾക്ക് എന്താ സ്വപ്നമുള്ളത് എന്ന് ചോദിച്ചാൽ പറയും, എനിക്ക് എന്റെ മക്കളോടും മരുമക്കളോടും കൊച്ചുമക്കളോടും കൂടെ ഇനിയുള്ള കാലം സന്തോഷത്തോടെ ജീവിക്കണം. അത്രേ അവർക്ക് പ്രതീക്ഷയുള്ളൂ. അതിനപ്പുറത്തോട്ട് ഒരു സ്വപ്നവുമില്ല. എന്നാൽ ഇങ്ങനെ ഇരിക്കുന്ന അബ്രഹാമിന്റെ ലൈഫിനകത്ത്, മോശയുടെ ലൈഫിനകത്ത് ദൈവത്തിന്റെ ഇടപെടലുകൾ വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിന്റെ യാത്രയുടെ ഗതിയെ ദൈവാത്മാവ് ടോട്ടലി മാറ്റുകയായിരുന്നു. വലിയ മാറ്റങ്ങളാണ് അവരുടെ ലൈഫിൽ വെളിപ്പെട്ടു. ഒന്നുകൂടെ മോശയുടെ ലൈഫ് എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ ഇനി പ്രതീക്ഷയ്ക്ക് വകയില്ലെന്ന് ചിന്തിച്ച് മുന്നോട്ട് പോകുന്ന മോശയുടെ ലൈഫിനകത്താണ് 80-ാമത്തെ വയസ്സിൽ ദൈവമായിട്ട് കൂട്ടിമുട്ടിയവൻ 30 ലക്ഷത്തെ വിടുവിക്കപ്പെടുന്ന അല്ലെങ്കിൽ വിടുവിച്ചെടുക്കുന്ന സ്തോത്രം. ഒന്നുകൂടെ പറഞ്ഞാൽ, എന്റെ ഭാഷയെ പറഞ്ഞാൽ, ഒരു റിവൈവലിന്റെ മുൻനിരയിൽ നിന്നുകൊണ്ട് ഒരു കൂട്ടം ജനത്തെ ദൈവത്തിലേക്ക് കൊണ്ടുവരത്തക്ക നിലയിൽ എന്റെ ജനത്തെ ഉത്സവം ആചരിപ്പാൻ മരുഭൂമിയിലേക്ക് വിട്ടയക്കുക എന്ന് പറഞ്ഞ 430 വർഷത്തിന്റെ പിടിച്ചു വെച്ച കെട്ടുകൾ, ഫറവോന്റെ കെട്ടുകളെ പൊട്ടിച്ച് ജനത്തെ സ്വതന്ത്രമാക്കിക്കൊണ്ട് ഒരു 80-ാമത്തെ വയസ്സിനകത്ത് ഒരു വന്ധ്യവയോധികൻ ഒരു ശക്തനായി ആത്മതലത്തിൽ പ്രയോജനപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇന്ന് പകൽ പ്രതീക്ഷയറ്റവരാണോ താങ്കൾ? ആശയറ്റവരാണോ താങ്കൾ? ഇന്ന് പകൽ ആത്മാവ് പറയുക, ദൈവസ്ഥാനത്തോട് ചേർന്ന് നിൽക്ക്. താങ്കളെ കുറിച്ചുള്ള ദൈവ പദ്ധതികൾ ഇനിയും ആത്മമണ്ഡലത്തിൽ വെളിപ്പെടുത്താൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറഞ്ഞാൽ ആ ദൈവ ശബ്ദത്തിന് ആമേൻ എന്ന് പറയുന്നവർക്ക് ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. ദൈവത്തിന് ഒരു വ്യക്തിയെ ഉപയോഗിക്കുന്നത് പ്രായം ഒരു വിഷയമല്ല. സ്തോത്രം. വിദ്യാഭ്യാസം ഉണ്ടോ ഇല്ലയോ അത് ദൈവത്തിന് ഒരു വിഷയമല്ല. ഏത് ജാതിയിൽ പെട്ടവനാണോ അത് ദൈവത്തിന് വിഷയമല്ല. ഇന്ന് പകൽക്കാലം ദൈവത്തിന് ഒരുവന്റെ മേൽ ഒരു നിയോഗം വെളിപ്പെട്ടാൽ, ഒരു ദൈവ പദ്ധതി വെളിപ്പെട്ടാൽ, അവൻ ഏത് തരത്തിൽപ്പെട്ടവനാണെങ്കിലും ഏത് പ്രായത്തിൽ ആയിരിക്കുന്ന വ്യക്തിയാണെങ്കിലും താങ്കളിലൂടെ ദൈവത്തിന് വലിയ കാര്യങ്ങൾ ചെയ്യാൻ ദൈവത്തിന് കഴിയുമെന്ന് പറഞ്ഞാൽ ആ ദൈവ ശബ്ദത്തെ ആമേൻ എന്ന് പറഞ്ഞ് സ്വീകരിക്കുന്നവർക്ക് ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. വേദപുസ്തകം ഉടനീളം നിങ്ങൾ പഠിച്ചു നോക്കിയോ? പ്രായാധിക്യം നേരിട്ട് ആയിരിക്കുന്ന വ്യക്തികളൊക്കെ കരുത്തരായിരുന്നു. ഒരു ജനറേഷൻ എടുത്ത് പഠിച്ചാൽ കാലേബിന്റെ കാലഘട്ടം നോക്കിയേ. 85-ാമത്തെ വയസ്സിൽ താൻ പറഞ്ഞൊരു പദമുണ്ട്, എബ്രോമല വിട്ടുതരിക, ഞാൻ അതിനെ പിടിക്കും. 85-ാമത്തെ വയസ്സിലും വാഗ്ദത്ത ഭൂമിയെ പിടിച്ചടക്കാൻ എനിക്ക് കഴിയുമെന്ന് പറയത്തക്ക നിലയിൽ ദൈവമായിട്ടൊരു ആഴമേറിയ ബന്ധത്തിൽ നിന്നവനായിരുന്നു കാലേബ്. ഈ പകൽ വിശ്വസിക്കുക, ദൈവത്തിന് നമ്മെ കുറിച്ച് ഒരു പദ്ധതി ഉണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കുന്ന ഒരു ദൈവമുണ്ട്. ബൈബിളിൽ വചനമുണ്ട്, നിങ്ങൾ നല്ല പ്രവൃത്തി ആരംഭിച്ചവർ അത് യേശുക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല പ്രവൃത്തി ആരംഭിച്ചവർ എന്നോട് ചേർന്ന വിഷയമാണ്. അബ്രഹാമിനെ പിന്തിരിപ്പിക്കുന്ന പല ശബ്ദങ്ങൾ ഒരുപക്ഷെ വെളിപ്പെട്ടിരിക്കാം. നീ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ നീ നശിച്ചു പോകും, നീ തകർന്നു പോകും, നീ ഇല്ലാതായി പോകും. ഒരുപക്ഷെ ഒരു കൂട്ടം ശാപവാക്കുകൾ കേട്ടവനായിരിക്കാം അബ്രഹാം. പക്ഷേ അതിനെല്ലാം അപ്പുറമായിട്ട് ദൈവം പറഞ്ഞു അവനോട് വിളിച്ചിറക്കിയ ദൈവം പറഞ്ഞ 6 പദങ്ങളാണ് നാം വായിച്ചു കേട്ടത്. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് ഞാൻ നിന്റെ പേര് വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. 75-ാമത്തെ വയസ്സിൽ പ്രതീക്ഷയറ്റവനോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളുടെ ഒരു വലിയ തുറവിയാണ് നാം ഇവിടെ കാണുന്നത്. നാം പലപ്പോഴും സാഹചര്യവശാൽ, സന്ദർഭവശാൽ നമ്മുടെ പല പ്രതീക്ഷകളും അസ്തമിച്ചിരിക്കുന്ന സാഹചര്യമായിരിക്കാം. പക്ഷേ അതിന്റെ നടുവിലും ദൈവമായിട്ടുള്ള ആഴമേറിയ ബന്ധത്തിൽ നാം നിൽക്കാൻ തയ്യാറായാൽ, കർത്താവായിട്ടുള്ള ആഴമേറിയ ബന്ധത്തിനകത്ത് നാം കയറി നിൽക്കാൻ തയ്യാറായാൽ, നമ്മെ കുറിച്ചുള്ള ദൈവപദ്ധതിയുടെ പൂർത്തീകരണം വരുത്തുവാൻ ദൈവം വിശ്വസ്തനാണ്. ബൈബിൾ പറയുന്നു, എബ്രായർ 10:23, പ്രത്യാശയുടെ സ്വീകാര്യം നാം മുറുകെ പിടിച്ചുകൊള്ളുക, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. ഈ പകൽ വാഗ്ദത്തം നമ്മുടെ മേൽ ഉണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കാൻ ദൈവം വിശ്വസ്തനാണ്. വാഗ്ദത്തമുള്ള ജനത്തോട് ആത്മാവ് ഇടപെടുകയാണ്. നിങ്ങളെ കുറിച്ചുള്ള ദൈവ പദ്ധതിയുടെ ഒരു പൂർത്തീകരണം, ഒരു ഫുൾഫിൽമെന്റ് കർത്താവ് ചെയ്യാൻ വിശ്വസ്തനായ ദൈവമാണ്. അതിന് ഒരു തടസ്സവും ദൈവത്തിന് നിങ്ങളുടെ മുമ്പിൽ കാണുന്നില്ല. എന്ന് പകൽ പ്രായം നിങ്ങൾക്കൊരു തടസ്സമെന്ന് നിങ്ങൾക്ക് തോന്നിയാലും ക്വാളിഫിക്കേഷൻ ഇല്ലെന്നാണോ പലരും ചിന്തിക്കുന്നത്, അത് ദൈവത്തിന് ഒരു വിഷയമേ അല്ല. ദൈവകരങ്ങളിൽ ഒന്ന് സറണ്ടർ ആകാൻ തയ്യാറായ, ദൈവകരങ്ങളിൽ കർത്താവേ നിന്റെ പദ്ധതിക്കായി എന്നെ തന്നെ ബലമുള്ള കരങ്ങളിൽ ഏൽപ്പിക്കുന്നെന്ന് പറഞ്ഞ് സബ്മിറ്റ് ചെയ്യാൻ നാം തയ്യാറാകുന്നെങ്കിൽ കർത്താവിന് തന്റെ കരത്തിലെ ഒരു വൻമഴുവായി ഈ തലമുറയിൽ ദൈവത്തിന് നമ്മെ ഉപയോഗിക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. സ്തോത്രം. അബ്രഹാം 3 കാര്യം ദൈവത്തിന് വേണ്ടി ചെയ്തു.
ഒത്തിരി വിശദീകരിക്കുന്ന ഭാഗമാണെങ്കിലും വേഗത്തിൽ പറഞ്ഞു വിടുകയാണ്. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നിനക്ക് വേണ്ടി ഞാൻ 6 കാര്യം ചെയ്യാൻ പോവുകയാ. അവൻ കേട്ട അവൻ പിതൃഭവനത്തിൽ നിന്നും ചാർച്ചക്കാരിൽ നിന്നും വ്യത്യസ്തമായ ഒരു ദൈവശബ്ദമാണ് അബ്രഹാമിന്റെ ലൈഫിൽ പ്രതീക്ഷ അസ്തമിച്ച പ്രായത്തിനകത്ത് ദൈവം തുറന്നു വിടുന്നത്. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, ഞാൻ നിന്റെ പേര് വലുതാക്കും, നീ അനേകർക്ക് ഒരു അനുഗ്രഹമായി മാറും. അവൻ പോലും ചിന്തിച്ചിട്ടില്ലാത്ത അളവിൽ ഒരു ദൈവികമായ ബ്ലെസ്സിങ്സ്, ഡിവൈൻ ബ്ലെസ്സിങ്സ് അബ്രഹാമിന് വേണ്ടി ദൈവം തുറന്നു കൊടുക്കുകയായിരുന്നു. ഒരു ദൂത് ഞാൻ ഒരിക്കൽ കൂടെ പറയാം, ദൈവത്തിന് വേണ്ടി നാം നിൽക്കാൻ തയ്യാറായ നമുക്ക് വേണ്ടി നിൽക്കുന്ന ഒരു ദൈവമുണ്ട്. എത്ര പേർ ആമേൻ പറയും? സ്വർഗത്തിന് വേണ്ടി നാം നിൽക്കാൻ തയ്യാറായാൽ നമുക്ക് വേണ്ടി സർവശക്തൻ നിൽക്കുമെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കുന്നവർക്കാണ് ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. ഹല്ലേലൂയ. അബ്രഹാം ദൈവത്തിന് വേണ്ടി നിൽക്കാൻ തയ്യാറായി. പ്രതീക്ഷ അസ്തമിച്ച പ്രായം, ഇനി സ്വപ്നങ്ങളില്ലാത്ത സമയം. പക്ഷേ ദൈവം ആ മനുഷ്യനെ ഒത്തിരി അങ്ങ് മാനിച്ചു കേട്ടോ. അവന്റെ ലൈഫ് തുറന്ന് നിങ്ങൾ എടുത്ത് പഠിച്ചു നോക്കിക്കോ സസൂക്ഷ്മം. വലിയ മാറ്റങ്ങളാണ് അബ്രഹാമിന്റെ ലൈഫിനകത്ത് ഉണ്ടാകുന്നത്. അബ്രഹാമിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട 4 മാറ്റങ്ങൾ എന്റെ പ്രാർത്ഥന മുറി സ്വർഗം എനിക്ക് വെളിപ്പെടുത്തി. പക്ഷെ എല്ലാം നമുക്ക് സംസാരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഒറ്റ കാര്യം ഞാൻ തൊടാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, സ്പിരിച്വലായിട്ട് താൻ ബ്ലെസ്ഡ് ആയി, ആത്മീയമായിട്ട് ഒരു മാറ്റം തന്നെ സംഭവിച്ചു. 2, ഫിനാൻഷ്യലി താൻ ബ്ലെസ്ഡ് ആയി. 3, അവൻ മെന്റലി താൻ ഏറ്റവും ബ്ലെസ്ഡ് ആയി. 4, താൻ ഫിസിക്കലി ബ്ലെസ്ഡ് ആയി. 4 കാര്യങ്ങൾ പറയാൻ നമ്മുടെ മുമ്പിൽ സമയമില്ല. അതുകൊണ്ട് ആത്മാവ് നയിക്കുന്ന പോലെ ചില കാര്യങ്ങൾ പറഞ്ഞ് എന്റെ പ്രസംഗം നിർത്തുവാൻ ദൈവാത്മ ശരണപ്പെടുകയാണ്. 1, ആത്മീക അനുഗ്രഹത്തിലേക്ക് നമുക്ക് കടന്നു വരാം. പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും ബന്ധുമിത്രാദികളെ ദേശത്തേക്ക് വിട്ട് ഇറങ്ങിത്തിരിച്ച അബ്രഹാമെ, നിന്റെ ലൈഫിൽ എടുത്തു പറയത്തക്ക എന്ത് മാറ്റമാണ് ഉണ്ടായെന്ന് ചോദിച്ചാൽ, എന്റെ ഭാഷയിൽ പറഞ്ഞാൽ അബ്രഹാം വാതോരാതെ തന്റെ ടെസ്റ്റ് മണിയുടെ പരമ്പര നമ്മൾ തുറന്നു വിടും. തന്റെ ലൈഫിനകത്ത് മാറ്റമേ ഉണ്ടായിട്ടുള്ളൂ. കഴിഞ്ഞ 75 വർഷത്തിൽ തനിക്ക് സ്വപ്നം കാണാൻ കഴിയാത്തതുപോലുള്ള മാറ്റങ്ങളാണ് തന്റെ ലൈഫിനകത്ത് സൈന്യങ്ങളുടെ യഹോവ അബ്രഹാമിന് വേണ്ടി ചെയ്തെടുത്തത്. ഒന്നാമത്തെ മാറ്റം ഞാൻ പറയട്ടെ. സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, അവൻ വിഗ്രഹത്തെ ഉണ്ടാക്കുന്ന വ്യക്തിയായിരുന്നു. അങ്ങനെ ബിസിനസ്സിൽ ഏർപ്പെട്ടവനായിരുന്നു. തന്റെ ഒന്നാമത്തെ ആത്മീകമായ മാറ്റം എന്ന് പറയുന്നത്, ആത്മമണ്ഡലത്തിൽ മാറ്റമെന്ന് പറയുന്നത്, നിങ്ങൾ 12-ാം അധ്യായം 7-8 വാക്യങ്ങളൊക്കെ നിങ്ങൾ വായിക്കണം. അവിടെ പിന്നെ അവൻ വായിക്കുന്ന ഇങ്ങനെയാണ്: യഹോവ അബ്രഹാമിനെ പ്രത്യക്ഷനായി, നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് അരുളി ചെയ്തു. തനിക്ക് പ്രത്യക്ഷനായ യഹോവയ്ക്ക് അവൻ അവിടെ ഒരു യാഗപീഠം പണിതു. അവൻ അവിടെ നിന്ന് ബേഥേലിന് കിഴക്കുള്ള മലയ്ക്ക് പുറപ്പെട്ടു. ബേഥേൽ പടിഞ്ഞാറും ഹായി കിഴക്കുമായി കൂടാരമടിച്ചു. അവിടെ അവൻ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു, യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. ഒരു ദൂത് ഞാൻ പറയട്ടെ, ഇന്നലകളിൽ തന്റെ കരവല്ലവങ്ങൾ കൊണ്ട് വാർത്തുണ്ടാക്കിയ വിഗ്രഹത്തെ ഉണ്ടാക്കിയ ഒരു ചരിത്രം അബ്രഹാമിന് പറയാനുണ്ടെങ്കിൽ, ദൈവത്തിനു വേണ്ടി ഇറങ്ങിത്തിരിച്ചവന്റെ ആത്മമണ്ഡലത്തിലെ മാറ്റം എന്ന് പറയുന്നത്, അതേ കരങ്ങൾ കൊണ്ട് യാഗപീഠം പണിത് സത്യദൈവത്തെ ആത്മാവില്ല സത്യത്തിലും ആരാധിച്ചൊരു ഭക്തനായ മനുഷ്യനാണ് അബ്രഹാം എന്ന് പറയുന്നത്. ഏത് കരങ്ങൾ കൊണ്ടാണോ വിഗ്രഹത്തെ മെനഞ്ഞത്, ഏത് കരങ്ങൾ കൊണ്ടാണോ ആ ബിസിനസ്സിൽ താൻ ഏർപ്പെട്ടത്, അതേ കരങ്ങൾ കൊണ്ട് ദൈവത്തിന് ആലയം പണിയുന്ന, യാഗപീഠം പണിയുന്ന, ദൈവത്തെ ആരാധിക്കുന്ന നിലവാരത്തിലേക്ക് തന്റെ ആത്മമണ്ഡലം മാറ്റപ്പെടുകയാണ്. അർത്ഥം, തന്റെ ദൈവികമായ ബന്ധത്തിനകത്ത് ഒരു വലിയ മാറ്റം വെളിപ്പെടുക. ദൈവം ആഗ്രഹിച്ചതുപോലെ അബ്രഹാമിൽ ഒരു വലിയ മാറ്റം വെളിപ്പെടുകയായിരുന്നു. ഒന്ന്, അവനവന്റെ സ്പിരിച്വൽ ലൈഫിനകത്ത് വെളിപ്പെട്ട മാറ്റം. അവൻ ഏത് കരങ്ങൾ കൊണ്ട് വിഗ്രഹത്തെ ഉണ്ടാക്കുകയും വിൽക്കുകയും ചെയ്തു, അതേ കരങ്ങൾ കൊണ്ട് യാഗപീഠം പണിത് ദൈവത്തെ ആരാധിക്കുന്നവനായി മാറി. അതൊരു വലിയൊരു മാറ്റമല്ലേ? ആമേൻ. അതൊരു അസാധാരണമായ മാറ്റമാണ്. ആമേൻ. അടുത്തത്, തന്റെ ലൈഫിനകത്ത് അതൊരു വലിയൊരു മാറ്റമായിരുന്നു. പിന്നീട് നിങ്ങൾ എവിടെ ശ്രദ്ധിച്ചു നോക്കിയോ, അബ്രഹാം ദൈവമായിട്ട് കൂട്ടിമുട്ടുന്നിടത്തെല്ലാം അബ്രഹാമിന് ദൈവമായിട്ടുള്ള ബന്ധത്തിന്റെ അളവ് വർദ്ധിക്കുകയായിരുന്നു. സ്തോത്രം. ആ റിലേഷൻഷിപ്പിന്റെ ആഴം വർദ്ധിക്കുകയായിരുന്നു. ഇനി ഒന്നുകൂടെ പറയട്ടെ, അടുത്തൊരു പദം ഞാൻ പറയാം. സ്തോത്രം. യാക്കോബ് എഴുതിയ ലേഖനം 2-ാം അധ്യായം 23-ാമത്തെ വാക്യം ഒരാൾക്കൊന്ന് വായിക്കാമോ? യാക്കോബ് എഴുതിയ ലേഖനം 2-ാം അധ്യായം 23-ാമത്തെ വാക്യം. അബ്രഹാമിനുണ്ടായ അടുത്ത ആത്മീക മാറ്റം, അല്ലെങ്കിൽ സ്പിരിച്വൽ ബ്ലെസ്സിംഗിനകത്ത് ഉണ്ടായ കാര്യം എന്താണ്? ഒന്ന് വായിച്ചാൽ. അബ്രഹാം ദൈവത്തെ വിശ്വസിക്കുകയും അത് അവന് നീതിയായി കണക്കിടുകയും ചെയ്തു എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയായി അവൻ ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന പേർ പ്രാപിച്ചു. ആ പദത്തിൽ നിന്നുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം. അബ്രഹാം ഇപ്പോൾ ആരായി മാറിയെന്നറിയാമോ? ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന പൊസിഷനിലേക്ക് മാറുകയാണ്. ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന പദവിയിലേക്ക് അബ്രഹാം മാറുകയാണ്.
അവൻ ലൈഫ് ചേഞ്ച് ചെയ്ത് കണ്ടോ? അതൊരു സ്പിരിച്വലി മാറ്റമല്ലേ? അവൻ അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതനെന്ന് പറയത്തക്ക നിലവാരത്തിൽ ഒരു ഡീപ്പ് റിലേഷൻഷിപ്പിലേക്ക് അബ്രഹാമിന്റെ ലൈഫ് തിരികെയായിരുന്നു. ഞാൻ പറയാം, സ്നേഹിതനാണെങ്കിൽ അവൻ ദൈവത്തിന്റെ ഇടപെടലിൽ ഒരു സ്പെഷ്യൽ ആയിരിക്കും. ഒരാളും ഒരു ദൂത് ഞാൻ പറഞ്ഞു വരിക, നമ്മൾ ദൈവത്തിന്റെ സ്നേഹിതനായി മാറിയാൽ ദൈവത്തിന് നമ്മോട് ഇടപെടാനുള്ള ഇടപാടെന്ന് പറയുന്നത് നാം ചിന്തിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും അപ്പുറമായിരിക്കും. സ്നേഹിതനായ ദൈവം ഇടപെടുന്നതിനകത്ത് ഒരു ഭയങ്കര വ്യത്യസ്തതയുണ്ട്. ഒരു മർമ്മം ഞാൻ പറയാം, വചനത്തെ വചനം കൊണ്ട് തെളിയിച്ച് പറയണമല്ലോ. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം. സ്നേഹിതനായ സംഭവിക്കുന്ന ഒരു കാര്യം എന്താണ്? പുറപ്പാട് പുസ്തകം 33:11. യഹോവ മോശയോട് ഒരുത്തൻ തന്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു. പിന്നെ അവൻ പാളയത്തിലേക്ക് മടങ്ങി വന്നു. അവന്റെ ശുശ്രൂഷക്കാരനായ നൂന്റെ പുത്രനായ യോശുവ എന്ന ബാല്യക്കാരന് അവിടെ വായിക്കുന്നത്, ഒരുത്തൻ തന്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു. സ്നേഹിതനായി മാറിയാൽ ദൈവം നിന്നോട് ഇടപെടുന്ന ആമൻ രീതി മനസ്സിലായിക്കോ. ആമൻ ഫേസ് ടു ഫേസ് ആയിരിക്കും, അഭിമുഖമായി സ്പഷ്ടമായി വ്യക്തതയോടെ ഇടപെടത്തക്ക നിലവാരത്തിൽ ആ ബന്ധത്തിന്റെ ദൃഢതയും കെട്ടുറപ്പും വർദ്ധിക്കപ്പെടുകയാണ്. എത്ര പേർക്ക് ആ ദൂത്, ആ ദൈവശബ്ദം മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. സ്നേഹിതനാണെങ്കിൽ അവൻ ആ ബന്ധത്തിനകത്ത് ദൈവം നമ്മോട് ഇടപെടുന്നത് അഭിമുഖമായിട്ടായിരിക്കും, ഫേസ് ടു ഫേസ് ആയിരിക്കും ഇടപെടുന്നത്. മോശ എന്ന ദൈവ മനുഷ്യനോട് ദൈവം ഇടപെട്ടത് അഭിമുഖമായിട്ടാണെന്ന് പറഞ്ഞത്. മോശയെ കുറിച്ച് ബൈബിൾ പറയുന്നു, ഒരുത്തൻ തന്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ. സ്നേഹിതനാണെങ്കിൽ ആ ബന്ധത്തിന്റെ ആഴം വർദ്ധിക്കും. അവൻ ഇടപെടുന്ന രീതി വ്യത്യാസമുണ്ട്. ഫേസ് ടു ഫേസ് ദൈവത്തോട് സംസാരിക്കത്തക്ക നിലവാരത്തിൽ ബന്ധമൊന്ന് ഡീപ്പാകും. അങ്ങനെ സ്നേഹിതന്മാരായി ആത്മതലത്തിൽ തുടർന്ന ഒത്തിരി പേര് വേദപുസ്തകത്തിലുണ്ട്. 1-2 പേരെ ഞാൻ തൊട്ടുവിടാം. ഇവിടെ വായിച്ച മോശ ദൈവത്തിന്റെ സ്നേഹിതനായി മാറിയെന്ന് ബൈബിൾ പറഞ്ഞു. അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതനായി മാറിയെന്ന് യാക്കോബ് 2:23 വായിക്കുന്നു. അടുത്തൊരു സ്നേഹിതനെ കാണാം. അവൻ സ്തോത്രം, അവൻ ആ സ്നേഹിതന്റെ ആരാന്നറിയാമോ? പുതിയ നിയമത്തിൽ വരുമ്പോൾ യോഹനാൻ എന്നാണ് പേര്. അവൻ യേശുക്രിസ്തുവിന്റെ സ്നേഹിതനായിരുന്നു. നമുക്കറിയാം, തന്റെ മാറോട് എപ്പോഴും ചേർന്നിരിക്കുന്ന ആ ഹൃദയസ്പന്ദനം അനുഭവിക്കുന്ന ഒരു പ്രവണത അവൻ യോഹനാനിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ഇനി നിങ്ങൾ അവൻ യേശു കർത്താവിന്റെ ക്രൂസ് മരണത്തിലേക്ക് ഒന്ന് നമുക്ക് പോയി കഴിഞ്ഞാൽ, കാൽവറിയുടെ കൊലക്കളത്തിൽ യേശു കർത്താവ് അവൻ തൂങ്ങിക്കിടക്കുമ്പോഴും ക്രൂസിന്റെ കീഴിൽ ആരുണ്ടെന്നറിയാവോ? അവൻ ദൈവത്തിന്റെ പ്രിയ സ്നേഹിതനായ യോഹനാനുണ്ട്. കൂടെ നിൽക്കുമെന്ന് പറഞ്ഞ പലതും ഓടി ഒളിച്ചപ്പോൾ അവൻ ദൈവത്തിന്റെ സ്നേഹിതനായി ഒരുത്തൻ ക്രൂസിന്റെ ചുവട്ടിൽ നിൽക്കുകയാണ്. അതാരെന്നറിയാവോ? യോഹന്നാനാണ്. ബൈബിളിനകത്തൊരു പദമുണ്ട്, അവൻ സ്തോത്ര സദൃശവാക്യം 17:17. സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിതനാണ്, അനർത്ഥകാലത്ത് അവൻ സഹോദരനായി മാറും. കാൽവറി ക്രൂസിന്റെ ക്രൂസ് മരണത്തിൽ കൂടെ നിൽക്കുമറിഞ്ഞ് പറഞ്ഞ പത്രോസ് ഓടിപ്പോയപ്പോൾ യോഹന്നാൻ എവിടെയുണ്ടെന്ന് അറിയാമോ? ക്രൂസിന്റെ താഴെയുണ്ട്. അർത്ഥം, എന്നോട് ആ പദം ധ്യാനിക്കുമ്പോൾ ഇന്ന് രാവിലെ ഒരു ദൂത് കർത്താവിനോട് കൈമാറി. ആ യോഹന്നാൻ പിന്നീട് അവൻ പത്മോസ് ദ്വീപിലേക്ക് നാടുകടത്തപ്പെടുകയാണ്. അവൻ നാടുകടത്തപ്പെടുമ്പോൾ ആ മനുഷ്യന്റെ പ്രായം ഏകദേശം 92, 93 വയസ്സുണ്ട്. ഒരു വന്ധ്യ വയോധികൻ പത്മോസിന്റെ ഏകാന്തതയ്ക്കകത്ത് നാടുകടത്തപ്പെടുകയാ. അങ്ങനെ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 10 മുതലൊക്കെ വായിച്ചു വരുമ്പോൾ അവിടെ വായിക്കുന്ന പദമുണ്ട്. യോഹന്നാൻ പറയാ, ഞാൻ കർത്തൃദിവസത്തിൽ ആത്മവിവശനായി. അർത്ഥം, കർത്തൃദിവസത്തിനകത്ത് അവൻ ആത്മാവിനകത്തായി. അവൻ ചുറ്റും കിടക്കുന്ന സാഹചര്യം ആത്മാവിൽ ബലം പ്രാപിക്കാൻ പറ്റിയ സാഹചര്യമല്ല. അവൻ തനിക്ക് മുമ്പേ നാടുകടത്തപ്പെട്ടവരുടെ തലയോട്ടികളും അസ്ഥിക്കുമ്പാരങ്ങളും പത്മോസിൽ കിടപ്പുണ്ട്. അവൻ മരിച്ചു വീണാൽ അവൻ കൊത്തിപ്പറിക്കാൻ കൊതിയോടെ നിൽക്കുന്ന കഴുകന്മാർ ചുറ്റിലുമുണ്ട്. അവൻ വിഷം ചീറ്റുന്ന വിഷസർപ്പങ്ങളുണ്ട്, വിഷമുള്ള തേളുകളുണ്ട്. ഇങ്ങനെയുള്ള ആ പ്രതിസന്ധികളുടെ നടുവിലും ബൈബിൾ പറയുക, കർത്തൃദിവസത്തിൽ അവൻ ആത്മവിവശനായെന്ന്. പിന്നീടുള്ള ദൈവത്തിന്റെ ഇടപെടലുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ആ മനുഷ്യൻ അത്രയും പ്രതിസന്ധികൾക്കകത്തും ആത്മനിറവിനകത്ത് കയറിയപ്പോൾ, പരിശുദ്ധാത്മ നിറവിനകത്തേക്ക് കയറി കഴിഞ്ഞപ്പോൾ, ആത്മമണ്ഡലത്തിനകത്തേക്ക് കയറി കഴിഞ്ഞപ്പോൾ, പിന്നീട് താൻ കാണുന്ന കാഴ്ച, അവൻ യേശു കർത്താവ് അനാദികാല നിത്യതയ്ക്കകത്ത് എങ്ങനെയായിരുന്നു അതുപോലെ തേജസ് വാരി ഉടുത്തവനായി, അഗ്നിജ്വാലയ്ക്ക് കണ്ണുള്ള, ആവേ സ്തോത്രം, വെള്ളോട്ടിന് സദൃശ്യമുള്ള കാലുള്ള
പെരുവെള്ളത്തിന് സമാനമായ ശബ്ദമുള്ള, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ശബ്ദമുള്ള സ്തോത്രം, വായിൽ നിന്ന് ഇരുവായ്ത്തലുള്ള വാൾ പുറപ്പെടുന്ന സ്തോത്രം. അതുപോലെ തന്നെ അവരെ മുടി സ്തോത്രം വെണ്മയുള്ളതായിരുന്നു വചനം പറയുന്നു. നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ചുകൊണ്ട് മാറത്ത് മുൻകച്ച കെട്ടി അവൻ ഉലാകുന്ന ഒരു യേശുവിനെ അവൻ കാണുക. ഒന്നുകൂടെ പറഞ്ഞാൽ അനാദികാല നിത്യതയ്ക്കകത്ത് അവൻ സർവശക്തനായ ദൈവം എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ അതിനകത്ത് ഒട്ടും കുറയാതെ ആ തേജോമനായ ദൈവം പത്മോസിന്റെ ഏകാന്തതയ്ക്കകത്ത് ഇറങ്ങി വന്നതിന്റെ കാര്യം ബൈബിൾ പറയുക. സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിതനാണ്, അനർത്ഥകാലത്ത് സഹോദരനായി മാറുകയാ. ഞാൻ പറയും, ആ ക്രൂസിന്റെ ചുവട്ടിൽ നിന്ന് സ്തോത്രം യോഹന്നാന്റെ ബന്ധം ഒരു സഹോദര ബന്ധത്തിലേക്ക് മാറുവാനിടയെത്തുന്നു. എന്താ തെളിവ്? അതുകൊണ്ടല്ലേ മറിയോട് പറഞ്ഞ് സ്ത്രീയെ ഇതാ നിന്റെ മകൻ. മറിയോട് പറയാ, ഇതാ നിന്റെ മകൻ എന്ന് പറഞ്ഞ് യോഹന്നാനെ മറിയയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ബന്ധം ഒരു സഹോദര തലത്തിലേക്ക് കയറുക. ഒന്നോടെ ഞാൻ പറയാം, എബ്രായ ലേഖനത്തിൽ വരുമ്പോൾ ബൈബിൾ പറയുകയാണ്, യേശു കർത്താവ് നമുക്കൊരു മൂത്ത സഹോദരനാണ്, മൂത്ത ജ്യേഷ്ഠനാണ്. അർത്ഥം അങ്ങനെയെങ്കിൽ ബന്ധം വർദ്ധിച്ചാൽ നിന്റെ ഏത് പത്മോസിനകത്തും അവൻ തേജസ് വാരിച്ചുറ്റി നിനക്ക് വേണ്ടി അഭിമുഖമായി ഇടപെട്ടുമെന്ന് അഥവാ ഇറങ്ങി വരുമെന്ന് പറഞ്ഞാൽ ഇന്ന് പകൽ ആ ദൈവശബ്ദത്തെ ആമേൻ പറഞ്ഞ് സ്വീകരിക്കുന്നവർക്ക് ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാ. ഏതൊക്കെയോ ഏകാന്തതകളുടെ നടുവിൽ, ഒറ്റപ്പെടലുകളുടെ നടുവിൽ, ഒറ്റപ്പെട്ട ജീവിത സാഹചര്യത്തിന്റെ നടുവിൽ നെടുവിപ്പോടെ ഭാരത്തോടെ കേൾക്കുന്ന ആരെങ്കിലും ഇന്ന് പകൽ ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ താങ്കളോട് ദൂത് പറയുക. നിന്റെ പ്രതിസന്ധി ഘട്ടത്തിൽ നിന്നെ സഹായിക്കേണ്ടവർ, നിന്നെ കരം പിടിക്കേണ്ടവർ, നിന്നെ വാക്കുകൊണ്ട് താങ്ങേണ്ടവർ, നിനക്ക് വേണ്ടി സംസാരിക്കേണ്ടവർ ഒരുപക്ഷെ പല മേഖലകളും മാറി നിൽക്കുകയാണോ? ഇന്ന് പകൽ ആ ബന്ധത്തിനകത്ത് കയറിയാൽ പത്മോസിന്റെ നടുവിൽ ഇറങ്ങി വന്നവൻ, മോശയ്ക്ക് വേണ്ടി ഇറങ്ങി വന്നവൻ, അബ്രഹാമിന് വേണ്ടി ഇറങ്ങി വന്നവൻ താങ്കൾക്ക് വേണ്ടി ഇറങ്ങി വരുമെന്ന് പറഞ്ഞാൽ ആ ദൈവശബ്ദത്തെ ആമേൻ എന്ന് പറഞ്ഞ് സ്വീകരിക്കുന്നവരുണ്ടെങ്കിൽ അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. ഈ പകൽ ആത്മാവിനോട് അങ്ങനെ തന്നെ പ്രവചിക്കാൻ പറയുക. നിന്റെ പ്രതിസന്ധി ഘട്ടത്തിൽ സ്വർഗം ഇറങ്ങാൻ പോകുക. ആരോടുള്ള ഒരു പേഴ്സണൽ ദൈവശബ്ദമാണ്. നിന്റെ പ്രതിസന്ധി ഘട്ടത്തിൽ, നിന്റെ ഏകാന്തതയ്ക്കകത്ത്, നിന്റെ ഒറ്റപ്പെടലുകളുടെ നടുവിൽ, നിന്റെ പത്മോസിനകത്ത് ഇന്ന് പകൽ ഒരു സ്നേഹിതനെ പോലെ, ഒരു സഹോദരനെ പോലെ ഉടയവൻ ഇറങ്ങുമെന്ന് പറഞ്ഞാൽ ആ ദൈവശബ്ദം എന്നോടാണെന്ന് അകത്തളത്തിൽ ഉറപ്പ് പ്രാപിക്കുന്ന, അല്ലെങ്കിൽ അകത്തളത്തിൽ ബോധ്യം കിട്ടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കരമടിച്ചോ, കരമുയർത്തിയോ ആ ദൂതനെ ആമേ പറഞ്ഞ് സ്വീകരിച്ചോ. താങ്കൾക്ക് വേണ്ടി സർവശക്തന്റെ സാന്നിധ്യം ഇറങ്ങുമെന്ന് ആത്മാവ് ഇടപെടുകയാണ്. ആരൊക്കെയോ പറയുന്നു, എന്റെ വേദനയിൽ എന്നോട് നിൽക്കാൻ ആരുമില്ല, എനിക്കൊരു ആശ്വാസം പറയാൻ ആരുമില്ല, എന്റെ പ്രതിസന്ധി ഘട്ടത്തിൽ കൂടെ നിൽക്കേണ്ടവർ ആരുമില്ലല്ലോ, എന്റെ ലൈഫ് ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് ചോദിക്കത്തക്ക നിലവാരത്തിൽ ഹൃദയഭേദകമായ വേദനയിലൂടെ കടന്നു പോകുന്ന താങ്കളോട് ആത്മാവ് ഇടപെടുകയാ. ഞാനുമായുള്ള ബന്ധത്തിൽ നീ കയറിക്കോ. നിന്റെ വിഷയത്തിനകത്ത് സർവശക്തൻ ഇറങ്ങുമെന്ന് ആത്മാവ് ഇടപെടുന്നു. റവനഘടക ശതുരമന അന്തര പ്രവചന ഘടകശ്രീ ഷീജ രാജു എന്ന ഡിവൈസിലിരിക്കുന്ന പ്രിയ ആന്റി ആത്മാവിനെ വെളിപ്പെടുത്തുകയാണ്. ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്ന താങ്കൾക്ക് വേണ്ടി സ്വർഗം ഇടപെടാൻ വേണ്ടി പോകുന്നു. പുറപ്പാട് 3:7 കർത്താവിനെ വെളിപ്പെടുത്തുകയാണ്. എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു, അവിടെ നിലവിളി ഞാൻ കേട്ടു, അവരെ ഞാൻ അറിഞ്ഞിരിക്കുന്നു, അവർക്ക് വേണ്ടി ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ ദൈവം, സർവശക്തനായ ദൈവം ഇസ്രായേൽ ജനത്തിന് വേണ്ടി ഇറങ്ങി വന്നതുപോലെ ദൈവത്തിന്റെ സാന്നിധ്യം തന്റെ പ്രശ്ന കലുഷിതമായ അന്തരീക്ഷത്തിനകത്തും പ്രതിബന്ധങ്ങളുടെ നടുവിലും ദൈവത്തിന്റെ കരുത്തുറ്റ കരം താങ്കൾക്ക് വേണ്ടി ഇറങ്ങുമെന്ന് ആത്മാവിന്റെ മകൻ ദൂത് കൈമാറുകയാണ്. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ഒരു നാൾ ലജ്ജിച്ചു പോയിട്ടില്ല കേട്ടോ. ഈ പകൽ ദൈവത്തെ നോക്കി ദൈവത്തിനോട് ഉറപ്പോടെ നിന്നോ, വിശ്വസ്തയോടെ നിന്നോ. കർത്താവ് പറയുക, ഇസ്രായേൽ ജനത്തിന്റെ വിടുതലിന്റെ സമയമായപ്പോൾ ഓരേബിന്റെ മണ്ണിൽ മുൾപ്പടർപ്പിൽ ഇറങ്ങി വന്ന സൈന്യങ്ങളുടെ യഹോവ ഈ പകൽ ആലോചന കൈമാറുക. താങ്കളുടെ പ്രതിസന്ധി ഘട്ടത്തിൽ പ്രാർത്ഥനാ വിഷയത്തിൽ ഉടയവന്റെ കരം ചലിക്കുമെന്ന് ആത്മാവ് ദൂത് കൈമാറുന്നു. ആ ദൈവശബ്ദത്തെ ആമേൻ എന്ന് പറഞ്ഞ് സ്വീകരിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. പ്രാർത്ഥിക്കുന്ന തന്റെ ഭക്തന്മാർക്ക് വേണ്ടി, പ്രാർത്ഥിക്കുന്ന തന്റെ ജനത്തിനു വേണ്ടി സ്വർഗം ഇറങ്ങാൻ പോവുകയാണ്. ദൈവത്തിന്റെ ഇടപെടലുകൾ സംഭവിക്കപ്പെടാൻ വേണ്ടി പോവുകയാണ്. ഇന്ന് പകൽ ആരൊക്കെയോ അടഞ്ഞ വാതിലുകളെ നോക്കി ഭാരപ്പെടുന്നു. തലമുറകളുടെ മുമ്പിൽ വാതിൽ തുറക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഏതൊക്കെയോ വ്യക്തികൾ ഇന്ന് പകൽ എന്നെ കേൾക്കുന്നുണ്ടെന്ന് പരിശുദ്ധം ഇടപെടുകയാണ്. കർത്താവിനോട് പറഞ്ഞു, നിന്റെ തലമുറകൾക്ക് വേണ്ടി സ്വർഗം വലുതും സഫലമായ ചില വാതിലുകൾ തുറന്നു മാനിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുന്നു. ബുക്ക് ഓഫ് റെവലേഷൻ, വെളിപ്പാട് പുസ്തകം 3:8
കർത്താവിന്റെ ഒരു പ്രവചന ശബ്ദമായി ഈ ഡിവൈസ് ഇരിക്കുന്ന പ്രിയപ്പെട്ടവർ കൈമാറുകയാണ്. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ഇതാ ഞാൻ നിന്റെ മുന്നിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളെങ്കിലും നീ എന്റെ വചനം കാത്തു, എന്റെ നാമം നിഷേധിച്ചില്ല എന്നതുപോലെ ഈ ദിവസങ്ങളിൽ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന പ്രിയപ്പെട്ട ആഭിഷിക്തനെ, ദൈവദാസിയെ താങ്കളോട് ദൂത് കൈമാറുകയാ. താങ്കൾക്ക് വേണ്ടി, താങ്കളുടെ തലമുറകൾക്ക് വേണ്ടി ആരാലും അടയ്ക്കാതെ വണ്ണം തുറക്കാൻ അധികാരമുള്ള ദാവീദിന്റെ താക്കോൽ കരത്തുള്ളവനായ ദൈവം തലമുറകളുടെ മുമ്പിൽ ചില വഴികൾ തുറക്കാൻ പോകുകയാ. അവരുടെ ഭാവിയുമായി ബന്ധപ്പെട്ട് വഴി തുറക്കാൻ പോകുകയാ. ജോലിയുമായി ബന്ധപ്പെട്ട് ചില വഴികൾ തുറന്നു വരുമെന്ന് ആത്മാവ് പ്രവചനാത്മാവിൽ ദൂത് കൈമാറുകയാ. ഈ ദൈവ ശബ്ദം എനിക്കുള്ളതാണെന്ന് ആത്മാവ് നിങ്ങളെ ഓർപ്പിച്ചുണർത്തുന്നെങ്കിൽ ആ ദൈവ ശബ്ദത്തെ അതേ അളവിൽ നിങ്ങൾ കയറി പിടിച്ചോ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ സ്ഥിതിഗതികളെ മാറ്റാൻ വേണ്ടി പോകുകയാണ്. അർമനഘടക ശംബര ഋഗതൽ പ്രവനഘടകസി അടകജലാത ഘടക സംബര വൈശപ്രവന ഘടകസി. ഇന്ന് പകൽ ഈ ദൂത് കൈമാറുമ്പോൾ എന്നോട് കർത്താവ് പറയുക, പ്രാർത്ഥിക്കുന്ന തന്റെ ഭക്തന്മാർക്ക് വേണ്ടി ദൈവദൂതന്മാരുടെ ഒരു സ്പെഷ്യൽ ഇടപെടലുകൾ സംഭവിക്കാൻ പോകുന്നു. ഒരു സ്പെഷ്യലായിട്ടുള്ള ഇടപെടലുകൾ സംഭവിക്കാൻ പോകുന്നു. കർത്താവിന്റെ ദാസൻ റോഹിത് പാസ്റ്ററെ പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെടുകയാണ്. സ്തോത്രം. റമന ഹതുരമന ഘടകസി. ദൈവത്തിന്റെ ദൂതൻ നിങ്ങളുടെ വിഷയത്തിൽ ചലിക്കാൻ പോകുക. തലമുറകൾക്ക് വേണ്ടി ചലിക്കട്ടെ, ആ കുടുംബത്തിന് വേണ്ടി ചലിക്കാൻ പോകുക. ആത്മാവിനോട് പറഞ്ഞ ദൂത് വചനത്തിന്റെ വെളിപ്പാടിലൂടെ ഇങ്ങനെ കൈമാറുകയാണ്. പത്രോസിനെ കാരാഗ്രഹത്തിന്റെ അകത്തളത്തിൽ പൂട്ടിയിട്ട് ഹെരോദാവ് പിറ്റേ ദിവസം അവനെ കൊല്ലുവാൻ ഭാവിച്ചിരിക്കുന്നതിന്റെ തലേ രാത്രിയിൽ ദൂതൻ അവന് വേണ്ടി ഇറങ്ങി. അവനെ വിലാപ്പുറത്ത് തട്ടി പത്രോസിനെ എഴുന്നേൽപ്പിച്ചു. വേഗം എഴുന്നേൽക്കുക എന്ന് പറഞ്ഞ് അവൻ എഴുന്നേൽപ്പിച്ചു. അവൻ എഴുന്നേറ്റു. അവിടെ വായിക്കുന്ന ഒരു പദമുണ്ട്, ഇരു ചങ്ങലകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടവന്റെ ചങ്ങലകൾ അഴിഞ്ഞു. ഹല്ലേലൂയ. ഈ പകൽ കുരുക്കുകൾ അഴിയുകയാണ്. ചില കുരുക്കുകൾ അഴിഞ്ഞു മാറുകയാണ്. പരിശുദ്ധാത്മാവ് പറയുന്നു, മുമ്പോട്ട് വിടാതെ വണ്ണം സ്തോത്രം ഏതൊക്കെയോ മേഖലയിൽ കുരുക്കിയിട്ട ചില കുരുക്കുകൾ തലമുറകളിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും ആത്മാവനെ അഴിച്ചു കളയുകയാണ്. കുരുക്കുകൾ പൊട്ടുന്ന മകനാണ്. ഇന്ന് പകൽ ദൂതൻ ഇറങ്ങി ആ വിഷയത്തെ സ്പർശിക്കാൻ പോകുകയാ. ഈ പകൽ അങ്ങനെ ചില വിടുതലുകൾ സംഭവിക്കുന്നു. അവിടെ നിർത്തി ഒരു പ്രവചന ശബ്ദം ആഴത്തിൽ കർത്താവ് ഇടപെടുകയാണ്. സാധാരണ ഒരു വ്യക്തിയെ ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ചാൽ ഞാനാണ് ആ വ്യക്തിയെ രക്ഷിക്കാൻ പോകുന്നെങ്കിൽ ആദ്യം അഴിക്കാൻ ശ്രമിക്കുന്നത് ചങ്ങലയായിരിക്കും. ആ ലോക്ക് പൊട്ടിക്കാനേ ശ്രമിക്കത്തുള്ളൂ. എങ്കിലേ ആ വിഷയം പൂർണ്ണ അളവിൽ വിടുവിച്ച് പുറത്തു കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. ആ വ്യക്തിയെ പുറത്തെടുക്കാൻ പറ്റത്തുള്ളൂ. ദൂതൻ ചെയ്തത് ചങ്ങലയല്ല തൊട്ടത്, പത്രോസിനെ തൊട്ടത്. ഞാൻ ദൂതനോട് ചോദിച്ചു, എന്താണ് അവിടുന്ന് പത്രോസിനെ തൊട്ടത്? ചങ്ങലയല്ലേ തൊടേണ്ടത്? ചങ്ങലയല്ലേ പൊട്ടിക്കേണ്ടത്? ദൂതൻ എന്നോട് പറഞ്ഞ മറുപടി, എടാ പത്രോസ് ആരെന്നറിയാവോ? വാഗ്ദത്തമുള്ളതാ. ഞാൻ തൊട്ടത് വാഗ്ദത്തത്തെയാണെങ്കിൽ വാഗ്ദത്തത്തെ കെട്ടിയ കെട്ട് അത് ഓട്ടോമാറ്റിക്കൽ പൊട്ടും. ഇന്ന് മകൾ ദൂത് പറയാൻ ആത്മാവ് പ്രവചനാത്മാവിൽ വചന വെളിപ്പാട് ദൂത് കൈമാറുകയാ. നിന്റെ വാഗ്ദത്തത്തെ ദൂതൻ ഒന്ന് തൊടാൻ പോകുകയാ. തലമുറകളുടെ വാഗ്ദത്തത്തെ ദൂതൻ തൊടാൻ പോകുകയാ. അതിനെ ഭാവിക്കെതിരെ എതിരെ നിൽക്കുന്ന മുഴുവൻ കുരുക്കുകളും മുഴുവൻ ചങ്ങലകളും പൊട്ടിക്കത്തക്ക നിലവാരത്തിൽ കർത്താവിന്റെ ദൂതൻ ഈ പകലിൽ നിങ്ങൾക്ക് വേണ്ടി ചലിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുകയാണ്. അടകമനക ദുരമനഘടകതരഘടകസി. പത്രോസിനെ വിലാപ്പുറത്ത് തട്ടിയപ്പോൾ ചങ്ങല പൊട്ടി കേട്ടോ. അടുത്തത് പത്രോസ് ചാടി എഴുന്നേൽക്കുക. ദൂതന്റെ പുറകെ പോകുകയാണ്. അവിടെ വായിക്കുന്നത് 1-ാം കാവലും 2-ാം കാവലും പട്ടണത്തിന്റെ പ്രധാന കവാടം അവന്റെ സ്വതവേ തുറന്നു. ആത്മാവ് പ്രവചിക്കുകയാണ്. രാജ്യങ്ങളുടെ വാതിൽ തുറക്കാൻ പോകുകയാ. ദേശങ്ങളുടെ വാതിൽ തുറക്കാൻ പോകുകയാ. ഈ പകൽ ഈ ദൈവ ശബ്ദത്തെ സ്വീകരിക്കുന്നവർക്ക് ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. തലമുറകൾക്ക് വേണ്ടി ജോലി സംബന്ധമായി ഭാവി സംബന്ധമായി പ്രാർത്ഥിക്കുന്ന മാതാവേ, പിതാവേ, അഭിഷിക്തനെ താങ്കളോട് പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുകയാ. 1-ാം കാവലും 2-ാം കാവലും പട്ടണത്തിന്റെ പ്രധാന കവാടം സ്വതവേ തുറന്നതുപോലെ പ്രാർത്ഥിക്കുന്ന താങ്കൾക്ക് വേണ്ടി, തലമുറയ്ക്ക് വേണ്ടി സ്വതവേ സ്വർഗം തുറക്കാൻ പോകുന്നു. ദൂതന്മാർ ഇന്നു പകലിൽ പ്രാർത്ഥിക്കുന്ന ചില കുടുംബങ്ങൾക്കകത്ത് ഇറങ്ങുന്ന കാഴ്ച ഞാൻ ആത്മാവിൽ കാണുകയാണ്. ആത്മാവിൽ അവർ സ്വീകരിച്ചു. ഏതൊക്കെ കൂടാരത്തിനകത്ത് ഈ പകൽ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൂതൻ ഇറങ്ങി കുരുക്കുകളെ പൊട്ടിച്ച് അടയപ്പെട്ട മേഖലകളെ തുറന്നുകൊണ്ട് അവർക്ക് വേണ്ടി അത്ഭുതകരമാവണ്ണം നനയ്ക്കുന്നതിലും പ്രതീക്ഷിക്കുന്നതിനുമുള്ള വാതിലുകൾ തുറക്കുന്ന ഒരു കാഴ്ച ഞാൻ ആത്മാവിൽ കണ്ട് പ്രവചിക്കുന്നു. സ്വീകരിച്ചോ. അങ്ങനെ ഒരു പകർച്ച ഇന്ന് പകലിൽ സവണവൻ ആത്മാവ് കൈമാറുകയാ. ഏതൊക്കെ കൂടാരങ്ങൾക്കകത്ത് ദൈവദൂതന്മാരുടെ ഇടപെടലുകൾ സംഭവിക്കുന്നു. ഒരു ഭാഷയെ കർത്താവ് വചനത്തിലൂടെ ദൂത് കൈമാറുന്നല്ലോ. പത്രോസിന് വേണ്ടി ഒന്നിനു പിറകെ മറ്റൊന്നുള്ള ക്രമത്തിൽ വാതിലുകൾ തുറന്നതുപോലെ പട്ടണത്തിന്റെ പ്രധാന കവാടം അയൺ ഗേറ്റ് എന്നറിയപ്പെടുന്നത് അത് സ്വതവേ തുറന്നു. എത്ര സ്ട്രോങ് ആണെങ്കിലും ആത്മാവ് ചിലത് തുറക്കും കേട്ടോ. എത്ര സ്ട്രോങ് ആയി ശത്രു അടച്ചതാണെങ്കിലും
ദൈവം ചിലത് തുറക്കും. ദൂതൻ അവൻ ചെന്നപ്പോഴേ അത് സ്വതവേ തുറന്നു. ആത്മാവ് പറയുക, അവൻ ഞാൻ എന്റെ ദൂതനെ അയച്ച് അവൻ നിന്റെ മുമ്പിൽ ദുർഘടങ്ങളെ സമനിലമാക്കും, താമരക്കഥകളെ തകർക്കും, ഇരുമ്പോടാമലുകളെ ഖണ്ഡിച്ചു കളയും. നിങ്ങൾക്ക് ദുർഘടമെന്ന് നോക്കി കാണുന്ന വിഷയത്തിനകത്ത് ഈ പകൽ പ്രാർത്ഥിക്കുന്ന സഭയോട് സൈന്യങ്ങളെ യഹോവയുടെ അരുളപ്പാട്, എന്റെ ദൂതൻ ഇറങ്ങിയാൽ ദുർഘടങ്ങൾ നിരപ്പാകും, അത് സമനിലമായി പോകും, വഴികൾ തുറക്കും, അടഞ്ഞുപോയ വാതിലുകൾ ഈ പകൽ തുറക്കപ്പെടും. ആ ദൂതനെ ആമേ പറഞ്ഞ് സ്വീകരിക്കുക. ഇന്ന് പകലിൽ പ്രാർത്ഥിക്കുന്ന കൂടാരങ്ങൾക്കകത്തളത്തിൽ ദൈവദൂതന്മാർ ഇറങ്ങട്ടെ, ദൂതന്മാർ ഇറങ്ങട്ടെ, ദൂതന്മാർ ഇറങ്ങട്ടെ, ദൂതന്മാർ ഇറങ്ങട്ടെ. ഷൈഡ മനാധികാരഘടകി പകലെ തലമുറകൾക്ക് വേണ്ടി അഭിഷിക്തരെ വാതിലുകൾ തുറക്കും. തലമുറയ്ക്ക് വേണ്ടി തുറക്കാൻ പോകുകയാണ്. പ്രാർത്ഥിക്കുന്ന നാവിൽ താങ്കൾക്ക് വേണ്ടി ദൂതൻ ചലിക്കുമെന്ന് ആത്മാവ് ആവർത്തിച്ചിടപെടാൻ ഇടപെടുകയാണ്. ആവെ സ്തോത്രം. റൈഷസ് കമാനിയാർച്ചരെ റിവനഘടകജകൾ കമനകതുരി അടക സ്ഫൈഡമനകതരഘടകസ്യ ജിജി തമ്പി ആത്മാവ് ദൂത് കളക്ട് ചെയ്യുന്നല്ലോ. ഞങ്ങൾക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റുമെന്ന് ചോദിച്ച് പുറപ്പെട്ട 3 സ്ത്രീരത്നങ്ങൾക്ക് വേണ്ടി ആവെ ദൂതൻ ഇറങ്ങി. ആവെ സ്തോത്രം. കല്ലുരുട്ടി മാറ്റി. ദൈവദാസൻ ഓർപ്പിച്ചു ആ പദം അതിനകത്ത് പ്രാർത്ഥനയിൽ ആവെ പറയുന്ന കേൾപ്പാനിടെത്തുന്നു. ദൂതൻ ഇറങ്ങി കല്ലുരുട്ടി മാറ്റി. ദൂതൻ ആ കല്ലിൽ ഇരുപ്പുറപ്പിച്ചു. അവൻ ഒരു റോമാ ഗവൺമെന്റും ഒരു കരുത്തുറ്റ പടയാളിടകരവും ഇനി അതിനെ അടയ്ക്കത്തക്ക നിലവാരത്തിൽ തിരിച്ചുരുട്ടി വെക്കത്തക്ക നിലയിൽ തുടരാതിരിക്കാൻ ദൂതൻ അതിനകത്ത് അധികാരമേറ്റ് തുടർന്നെങ്കിൽ ഇന്ന് പകൽ ആത്മാവ് അവൻ ആദ്യ ദൂത് പറയുകയാണ്. ദൂതൻ ഇറങ്ങിയാൽ തടസ്സമായി തോന്നുന്ന കല്ലുകളെ ദൂതൻ ഉരുട്ടി മാറ്റും. പിന്നീട് ഒരുത്തനും തിരിച്ചുരുട്ടാൻ കഴിയാത്തതുപോലെ അതിന്മേൽ അധികാരം പ്രാപിച്ച് ദൂതന്മാർ ഇരിക്കാൻ പോകുക. ആ ദൂതനെ ആത്മാവ് ഇങ്ങനെ കൈമാറുക. നിന്റെ തടസ്സം ദൂതന്റെ ഇരിപ്പിടമായി മാറാൻ പോകുക. നിങ്ങൾ തടസ്സമെന്ന് നോക്കിക്കാണുന്ന തടസ്സങ്ങൾ ദൂതന്റെ ഇരിപ്പിടമായി മാറാൻ പോകുക. ഒരുത്തനും തിരിച്ചു വെക്കാൻ കഴിയാത്തതുപോലെ ദൂതൻ ആ കല്ലിന്മേൽ അധികാരത്തോടെ ഇരിപ്പുറപ്പിച്ചതുപോലെ ഇന്ന് പകൽ നിങ്ങളുടെ തടസ്സം ദൂതന്റെ ഇരിപ്പിടമായി മാറും. ഇനി അത് ദൈവം താൽ തുറക്കപ്പെട്ടത് ആമെ പുനരുദ്ധാന ശക്തിയാൽ തുറക്കപ്പെട്ടത് തിരിച്ചടയ്ക്കാൻ കഴിയാത്തതുപോലെ ആത്മമണ്ഡലത്തിലെ ദൂതന്മാർ പ്രാർത്ഥിക്കുന്ന താങ്കൾക്ക് വേണ്ടി സജീവമായി കഴിഞ്ഞെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറഞ്ഞാൽ ആ ദൈവ ശബ്ദത്തെ ആമേൻ എന്ന് പറഞ്ഞ് അതിനെ സ്വീകരിക്കുക. ചില വാതിലുകൾ തുറക്കുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നു. പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി വാതിലുകൾ തുറക്കുന്നു. തലമുറകൾക്ക് വേണ്ടി വാതിലുകൾ തുറക്കുന്നു. ജോലി സംബന്ധമായി വർഷങ്ങളായി പ്രാർത്ഥിക്കുന്ന ചില വിഷയത്തിന് വേണ്ടി ജോലികൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി വാതിലുകൾ ആത്മാവ് തുറക്കുന്നു. ഈ ദൈവ ശബ്ദത്തെ ആമേവർ സ്വീകരിച്ചോ. പ്രവചനാത്മാവിൽ പരിശുദ്ധാത്മാവ് ആവർത്തിച്ചിടപെടുകയാണ്. എന്ന് പറഞ്ഞ അച്ചായ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. വാഗ്ദത്തമുള്ളവന് വേണ്ടി ചെങ്കടലും ചെങ്കൽ പാതയൊരുക്കി വിശാലമായ ചില വഴികൾ തുറന്ന് മാനിച്ചതുപോലെ ഒരു നാഷണൽ ഹൈവേ ചെങ്കടൽ സ്വർഗം ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് ഒരുക്കിയതുപോലെ അവൻ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ചിന്തിച്ച് ജനം ഭാരപ്പെട്ട് മോശയ്ക്ക് നേരെ വല്ലാതെ പിടിപിടിക്കുന്ന സാഹചര്യത്തിന്റെ നടുവിൽ ദൈവമുഖം അന്വേഷിച്ച മോശയ്ക്ക് വേണ്ടി സൈന്യങ്ങളുടെ യഹോവ ഇടപെട്ടു. നിന്റെ കരം നീട്ടുക. അമ്പൻ പ്രബലഘടകത്തി അവൻ കരം നീട്ടിയപ്പോൾ ചെങ്കടൽ ഇരുവശത്തേക്ക് വഴിമാറുകയാ. ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് വഴി തുറന്ന് ജനത്തെ മറുകര കടത്തിയതുപോലെ എങ്ങനെ മുമ്പോട്ട് പോകുമെന്ന് ആവലാതിയോടും പരാതിയോടും മോശയ്ക്ക് നേരെ തിരിഞ്ഞ ജനം കാണെ ഒരു കിഴക്കൻ കാറ്റൊരുക്കി അവൻ നിലവിളിച്ചവന്റെ മുമ്പിൽ ഒരു വഴി വെളിപ്പെട്ടെങ്കിൽ താങ്കൾക്ക് വേണ്ടി വഴി വെട്ടുന്ന വഴി ഒരുക്കുന്ന ദൈവ സന്നിധിയിൽ നിന്നുള്ള ചില കിഴക്കൻ കാറ്റുകൾ താങ്കളെ മുമ്പിൽ അടിക്കാൻ പോകുക. വലുതും വിശാലവും സഫലമായത് ഈ പകൽ താങ്കൾക്ക് വേണ്ടി ദൈവം തുറക്കുമെന്ന് പറഞ്ഞാൽ ആ ദൈവ ശബ്ദത്തെ പറഞ്ഞ് സ്വീകരിക്കുക. ഈ പകൽ അടഞ്ഞത് തുറക്കുന്ന മകനാണ്. തുറക്കുന്ന മകനാണ്. ശത്രു അടച്ചതാകാം, മനുഷ്യൻ അടച്ചതാകട്ടെ. പ്രാർത്ഥിക്കുന്ന സഭയെ താങ്കൾക്ക് വേണ്ടി ദൈവം തന്റെ ദൂതനെ അയച്ച് തുറക്കേണ്ട മേഖലയാണ് തുറന്നിരിക്കും. അല്ല ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് ചെങ്കടനെ വേദിക്കണമെങ്കിൽ ദൈവം നേരിട്ട് ചില കാര്യങ്ങൾ താങ്കൾക്ക് വേണ്ടി ചെയ്യാൻ പോകുക. പ്രാർത്ഥിക്കുന്ന താങ്കൾക്ക് വേണ്ടി ദൈവത്തിന്റെ ഒരു ഇടപെടലുകൾ സംഭവിക്കപ്പെടുമെന്ന് ഈ പകൽ പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുകയാണ്. താങ്ക് യു ലോർഡ് ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ആ ദൈവ ശബ്ദത്തെ ഞങ്ങൾ സ്വീകരിക്കുന്നു. വി റിസീവ്ഡ്. ഞങ്ങൾ അതിനെ സ്വീകരിക്കുന്നതാണ്. പ്രവാർത്ഥന ഘടക ശൈലമന ഘടകത്തിന്റെ ഘടക പകൽ നിങ്ങൾ ദൈവത്തിന്റെ സ്നേഹിതന്മാരായി മാറിയാൽ ദൈവത്തിന്റെ ഇടപെടലുകൾക്ക് ഭയങ്കര വ്യത്യാസമായിരിക്കും. ദൈവം നേരിട്ട് ഇടപെടണമോ നേരിട്ട് ഇടപെടില്ല. അല്ല ദൈവത്തിന് ദൂതനെ അയച്ച് പരിഹരിക്കേണ്ട വിഷയമേ ഉള്ളോ. ദൈവം ദൂതനെ അയച്ചത് അനായാസം അതിനെ പരിഹരിച്ചു തരും.
പക്ഷെ ഒറ്റക്കാര്യം, നിങ്ങൾ ബന്ധത്തിനകത്ത് കയറുക. അബ്രഹാം ദൈവിക ബന്ധത്തിനകത്ത് കയറി. അവന് വേണ്ടി വഴി തുറക്കാൻ ദൈവത്തിന് പദ്ധതിയെ ഞാൻ പറഞ്ഞല്ലോ. സ്നേഹിതനായാൽ ദൈവത്തിന്റെ ഇടപെടലിന്റെ ആഴം ഭയങ്കര ഡീപ്പ് റിലേഷൻഷിപ്പിലേക്ക് വരും. അബ്രഹാം സ്നേഹിതനായി മാറിയപ്പോൾ ഈ വചനത്തെ ഞാൻ വചനം കൊണ്ട് തെളിയിക്കാം. അബ്രഹാം അങ്ങനെ ദൈവത്തിന്റെ സ്നേഹിതനായി എന്നാണ് നമ്മൾ യാക്കോബിൽ വായിച്ചത്. പക്ഷേ അഭിമുഖമായി ദൈവം ഇടപെടുമോ? ഞാൻ പറയും, മോശയ്ക്ക് ഇടപെടാമെങ്കിൽ, പത്മോസിൽ കിടന്ന യോഹന്നാനു വേണ്ടി, ആ സ്നേഹിതന് വേണ്ടി സ്വർഗത്തിൽ ഇറങ്ങി വരാമെങ്കിൽ, അബ്രഹാമെ നിനക്ക് വേണ്ടി ദൈവം ഇറങ്ങും. എന്താ തെളിവ്? നിങ്ങൾ വീട്ടിൽ ചെന്ന് സസൂക്ഷ്മം വായിക്കുക. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 1-ാം വാക്യം പറയുക, അനന്തരം മമ്മറയുടെ തോപ്പിൽ യഹോവയായ ദൈവം അബ്രഹാമിന് പ്രത്യക്ഷമായി. മമ്മറയുടെ തോപ്പിൽ അബ്രഹാമിന് യഹോവയായ ദൈവം പ്രത്യക്ഷനായി എന്ന് പറഞ്ഞ അധ്യായം അവിടുന്ന് തുടങ്ങുന്നത്. പിന്നീട് പ്രത്യക്ഷമായ വിധത്തെ കുറിച്ച് നമുക്ക് അവിടെ കാണാൻ കഴിയും. 3 പുരുഷന്മാരുടെ വേഷത്തിലാണ് അവിടെ കടന്നു വരും. 3 മനുഷ്യന്മാർ കടന്നു വരുന്നത് പോലെ അബ്രഹാമിന്റെ കൂടാരത്തിലേക്ക് വരികയായിരുന്നു. അബ്രഹാം തലപൊക്കി നോക്കി അവനെ കണ്ടു, ഓടി അടുക്കുന്നു. കാല് കഴുകുവാനുള്ള വെള്ളം, കഴിക്കുവാൻ ആഹാരം എല്ലാം അബ്രഹാം സെറ്റ് ചെയ്യുന്നു. പക്ഷെ ഇത് ആരെന്ന് അറിയാതെയാണ് ഇദ്ദേഹം ഇവരെ സൽക്കരിച്ചത്. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും മെയിനായ ദൂത് മാത്രം ഞാൻ വേഗത്തിൽ പറഞ്ഞു വിടുകയാണ്. അബ്രഹാം ആരെന്നറിയാതെ ആ 3 പേരെ സൽക്കരിച്ചു. നിങ്ങൾക്കറിയാമോ, പ്രത്യക്ഷതാ ദൂതശാസ്ത്രം എന്നൊരു ശാസ്ത്രമുണ്ട്. ദൈവദൂതന്മാരുടെ ഇടപെടലുകളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ദൈവം ഒരിക്കലും തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സന്ദർശിപ്പാൻ ഇറങ്ങി വരാറില്ല. കാര്യം എന്നറിയാമോ? ബൈബിൾ പറയുന്നത് എങ്ങനെയാണ്? അവൻ അടുത്തുകൂടാതെ വണ്ണം വെളിച്ചത്തിൽ വസിക്കുന്ന ദൈവമാണ്. അവൻ മനുഷ്യരാരും കാണാത്തവൻ, കാണാൻ കഴിയാത്തവൻ എന്ന് പറഞ്ഞാൽ തന്റെ തേജസ്സിൽ ദൈവം ഇറങ്ങി വന്നാൽ അവൻ ഈ ഭൂമി കത്തിപ്പോവും. ആ ഗ്ലോറിക്കകത്ത് ഭൂമി കത്തും. കാരണം അത്രയും തേജോമനായ ഒരു ദൈവമാണ്. മനുഷ്യന് നിൽക്കാൻ പറ്റത്തില്ല. മോശ ഒരിക്കൽ കാണാൻ പറഞ്ഞു, സ്തോത്രം, ഞാൻ എന്നെ മുഴുവനായിട്ട് വെളിപ്പെടുത്തിയാൽ മോശ പിന്നെ നീ ജീവിച്ചിരിക്കത്തില്ല. നമുക്കറിയാമല്ലോ, ഒത്തിരി തെളിവുകളുണ്ട്. എന്നാൽ ദൈവത്തിന്റെ ഒരു സ്പെഷ്യൽ ഇടപെടലുകൾ ഒരു ഭക്തന്റെ ലൈഫിൽ ഇടപെടണമെന്ന് ദൈവത്തിന് പദ്ധതിയായി. എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നിങ്ങളുടെ വിഷയത്തിൽ ഇടപെടണമെന്ന് ദൈവത്തിന്റെ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാവുന്ന അളവിൽ, അനുഭവിക്കാവുന്ന അളവിൽ ദൈവം ഇറങ്ങുമെന്നുള്ളതിന് 2 വർഷമില്ല. വേദപുസ്തകത്തിൽ നിരവധി തെളിവുകളുണ്ട്. ഒന്ന്, അബ്രഹാമിന്റെ കൂടാരത്തിൽ 3 പുരുഷന്മാർ കടന്നു വന്നു. അവര് വന്ന് ഭക്ഷണം കഴിച്ച് ചുമ്മാ പോവുകയാണോ? ഇല്ല. അവർ പറഞ്ഞൊരു പദമുണ്ട്, അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ ഞാൻ വരും. നിങ്ങൾ ആ പദം വായിക്കുമ്പോൾ അവിടെ കാണുന്നത് ഞാൻ വരുമെന്നാണ് എഴുതിയിരിക്കുന്നത്. എന്റെ ചോദ്യം, വന്നത് 3 പേരാണെങ്കിൽ, ഭക്ഷണം കഴിച്ചത് 3 പേരാണെങ്കിൽ, സൽക്കാരം കൊണ്ടത് 3 പേരാണെങ്കിൽ, പറയുന്ന ഭാഷയും ഞങ്ങളെന്നല്ലേ? എന്തുകൊണ്ടാണ് ഞാൻ വരുമെന്ന് പറഞ്ഞത്? കർത്താവിനോട് പറഞ്ഞു, ഈ 3 പേര് ആരെ പ്രതിദാനം ചെയ്യുന്നു? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ത്രിയേക ദൈവത്തെ പ്രതിദാനം ചെയ്യുന്ന 3 പുരുഷന്മാരായിട്ട് അബ്രഹാമിന്റെ കൂടാരത്തിൽ അവർ ഇറങ്ങി നിൽക്കുക. ഞാൻ വരുമെന്ന് പറഞ്ഞാൽ അത് ഒരുവനെ പറയാൻ പറ്റത്തുള്ളൂ. അത് ഞാനാകുന്നു എന്ന് പറഞ്ഞ് മോശയ്ക്ക് മുമ്പിൽ ഹോറേബിൽ ഇറങ്ങി വന്ന സർവശക്തനായ സൈന്യാധിപതിയായ യഹോവയ്ക്ക് മാത്രമേ ആ പദം ഉച്ചരിക്കാൻ പറ്റുള്ളൂ. അവൻ ആകുകൊണ്ട് പറയാ, അടുത്തയാണ്ടിൽ ഞാൻ വരുമ്പോൾ നീ ഒരു മകനെ അവൻ അണച്ചുകൊള്ളും. ആ ദൂതന്റെ കൈമാറ്റം വെളിപ്പെടുക. അർത്ഥാൽ 24 വർഷമായി കരഞ്ഞ വിഷയത്തിന് 25-ാമത്തെ വർഷത്തിൽ മറുപടി കൊടുക്കേണ്ടതിന് ആ കൂടാരത്തിനകത്ത് ഒരു പ്രത്യക്ഷമായ ദൈവ സാന്നിധ്യം അബ്രഹാമിയ കൂടാരത്തിൽ ഇറങ്ങി വന്നെങ്കിൽ പ്രാർത്ഥിക്കുന്ന സമയെ, പ്രാർത്ഥിക്കുന്ന ജീവിതമേ, നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ ഒരു സ്പെഷ്യൽ ഇടപെടലുകൾ സംഭവിക്കും. താങ്കൾ ഒരു അബ്രഹാമിനെ പോലെ ദൈവിക സ്നേഹിതനെന്ന ബന്ധത്തോട്ട് കയറിയാൽ ദൈവം താങ്കളോട് ഇടപെടുന്നതിന് അഭിമുഖമായിട്ടായിരിക്കും, ഫേസ് ടു ഫേസ് ആയിരിക്കും. ആ വരവിൽ സംഭവിച്ച പദമാണ് ഞാൻ പറയുന്നത്. 24 വർഷത്തിന്റെ ഘട്ട കൂട്ടിയത്. 24 വർഷമായിട്ട് തലമുറയില്ലാതെ ഈ ഭവനം ഭാരപ്പെടുകയാണ്. 24 വർഷത്തിന്റെ കെട്ടുകൂട്ടി. ഈ പകൽ ഇവിടെ നിന്നുകൊണ്ട് ഒരു പ്രവചന ശബ്ദം കൈമാറാൻ കർത്താവ് പറഞ്ഞു, വർഷങ്ങളുടെ കെട്ടുകൂട്ടി ചിലതിന്റെ വിടുതലുകൾ പുറത്തു വരാൻ സമയമായി. വർഷങ്ങളായിട്ട് കാത്തിരുന്നിട്ട് പ്രാപിക്കാൻ കഴിയാതെ കണ്ണുനീരോടും ഉപവാസത്തോടും ആത്മതപനത്തോടും നിരാശയോടൊക്കെ ആയിരിക്കുന്ന ജനത്തോട് പരിശുദ്ധമ ഇടപെടുകയാണ്. വർഷങ്ങളുടെ കെട്ടുപൊട്ടിച്ച് നിന്റെ കൂടാരത്തിനകത്തൊരു ചിരി വെളിപ്പെടാൻ സമയമായി. ഒരു ദൂതോടെ ഞാൻ ഇതിനകത്തുനിന്ന് വെളിപ്പാടായി കൈമാറാം. അബ്രഹാമിന്റെ മകന് ഐസക് അഥവാ ഇസഹാക്ക് എന്ന പേരിട്ടത് അബ്രഹാം സാറയല്ല. നിങ്ങൾ ബൈബിൾ പഠിക്കണം. ആ പേരിടാൻ ദൈവമാണ് അവൻ ആ പേര് നിശ്ചയിച്ചത്. എന്താ കാര്യമെന്നറിയാമോ? ഐസക് എന്ന വാക്കിന്റെ അർത്ഥം ചിരി എന്നാ.
24 വർഷത്തെ വിലാപത്തെ നിർത്തലാക്കാൻ കൂടാരത്തിലൊരു ചിരിയെ ദൈവം ഒരുക്കിയെങ്കിൽ ഈ പകൽ വിശ്വസിച്ച് വർഷങ്ങളുടെ വിലാപത്തെ കണ്ണുനീരിനെ തുടച്ചു മാറ്റാൻ ഇന്ന് പകലിൽ ദൈവത്തിന് കഴിയുമെന്ന് പ്രാർത്ഥിക്കുന്ന, നിലവിളിക്കുന്ന, അവൻ കരയുന്ന ആരുടെയൊക്കെ ആത്മാവ് ശക്തിയോടെ ഇടപെടുകയാ. അബ്രഹാമിനെ പോലെ ബന്ധത്തിൽ കയറിക്കോ. സ്വർഗം വർഷങ്ങളെ കെട്ടുപൊട്ടിച്ച് കൂടാരത്തിൽ ചില ചിരി വെളിപ്പെടുത്താൻ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് ആത്മാവ് പ്രവചിച്ച് ദൂതുകൈ മാറുക. ആമേൻ എന്ന് പറയാ ദൈവശബ്ദത്തെ സ്വീകരിക്കുക. ചില കൂടാരങ്ങൾക്കകത്ത് വിലാപം മാറിപ്പോവുകയാണ്. വിലാപ വീടിനെ വിരുന്ന് വീടാക്കാൻ ദൈവത്തിന് അറിയാം. മരണ വീടിനെ മഹത്വമാക്കാൻ ദൈവത്തിന് അറിയാം. ഇന്ന് മരുഭൂമിയെ മലർവാടിയാക്കാൻ ദൈവത്തിന് അറിയാം. നിന്റെ ശൂന്യതയെ മാന്യതയാക്കാൻ ദൈവത്തിന് അറിയാം. നിന്റെ കുറവിനെ നിറവാക്കി മാറ്റാൻ ദൈവത്തിന് അറിയാം. ഏതിലാണോ താങ്കൾ കഴിയുന്നത്, ഏത് വിഷയത്തിലാണോ ഭാരപ്പെടുന്നത്, അതിനകത്ത് ഉടയവന്റെ കരം ഇന്ന് പകലിൽ ചലിക്കുമെന്ന് പരിശുദ്ധാത്മാവ് പ്രവചിച്ചാൽ എത്ര പേർക്ക് അത് എന്നോടുള്ള ദൈവശബ്ദം എന്ന് പറഞ്ഞാൽ അതിനെ സ്വീകരിക്കാൻ കഴിയും? യെസ്, സ്വീകരിക്കുന്നവർക്കാണ് ഞാൻ ദൈവത്തെ വാഴ്ത്തുക. ചിലതിന്റെ മരുഭൂമിയെ ദൈവം മലർവാടിയാക്കി മാറ്റാൻ പോവുകയാണ്. മരുഭൂമിയെ ദൈവം മലർവാടിയാക്കി മാറ്റാൻ പോവുകയാണ്. ഒരു മതം കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ താല്പര്യപ്പെടുകയാണ്. ഒന്ന്, അബ്രഹാം അവൻ വിഗ്രഹം ഉണ്ടാക്കുന്ന കരങ്ങൾ കൊണ്ട് ആലയം പണിയുന്നവനായി മാറി. അതൊരു വലിയ മാറ്റമാണ്. 2, അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതനായി മാറി. ഷൈഡരാധന ഘടകസി അബ്രഹാമിന്റെ അടുത്ത സ്പിരിച്വൽ മാറ്റം ഞാൻ പറയട്ടെ. അബ്രഹാം ദൈവത്തിന്റെ പ്രവാചകനായി മാറി. പ്രവാചകൻ എന്ന് പറഞ്ഞ പ്രവാചകൻ എന്ന് താൻ പറയുകയല്ലായിരുന്നു, ദൈവം തന്നെ കുറിച്ച് പറയുക. അബ്രഹാം എന്റെ പ്രവാചകൻ. വേണമെങ്കിൽ വേഗത്തിൽ വായിച്ചോ. ഉൽപ്പത്തി 20:7. ഉൽപ്പത്തി 20:7 ദൈവം അവൻ അബ്രഹാമിനെ കുറിച്ച് പറയുകയാണ്. അബ്രഹാം ആരാണ്? ദൈവത്തിന്റെ പ്രവാചകൻ. വായിച്ചോ. ഇപ്പോൾ ആ പുരുഷന് അവന്റെ ഭാര്യയെ മടക്കി കൊടുക്കുക. അവൻ ഒരു പ്രവാചകനാകുന്നു. നീ ജീവനോടെ ഇരിക്കേണ്ടത് അവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഏമേൻ, ഏമേൻ. സെക്രട്ടറിയായ ദൈവിക ബന്ധത്തിനകത്ത് കയറി വന്നവൻ അവനെ നോക്കി ദൈവം പറയുക, ഇവൻ എന്റെ സ്നേഹിതൻ മാത്രമല്ല, ഇവൻ എനിക്ക് പ്രവാചകനാ. ദൈവം തന്നെ. അബിമേലെക്ക് എന്ന് പറയുന്ന മനുഷ്യൻ സാറയെ പിടിച്ചുകൊണ്ടുപോയപ്പോൾ അവൻ പെങ്ങളെന്ന് പറഞ്ഞ കാരണത്താൽ പിടിച്ചുകൊണ്ടുപോവുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇനി ഇതിന്റെ ഇടനിലക്കാരനായിട്ട് ആർക്കും ഇറങ്ങി പ്രവർത്തിക്കാൻ കഴിയത്തില്ല. ഒരു മനുഷ്യൻ ഇടപെട്ടാലും ആ വിഷയത്തിന് പരിഹാരം നടക്കത്തില്ല. അബ്രഹാം നെടുവീർപ്പെട്ട് ഭാരപ്പെട്ട് പ്രാർത്ഥിക്കുക, എനിക്കും അബിമേലെക്കിനും നടുവിൽ ആരിറങ്ങും? ദൈവമേ, അങ്ങല്ലാതെ ആരുമില്ല. അവൻ ഈ പ്രശ്നത്തിന്റെ നടുവിൽ എനിക്ക് എന്നെ സഹായിപ്പാൻ ആരുണ്ടെന്ന് ചോദിക്കുമ്പോൾ അബിമേലെക്കിന്റെ കൊട്ടാരത്തിനകത്ത് ഒരു ദൈവശബ്ദം മുഴങ്ങുകയാണ്. അവൻ അബ്രഹാം എന്റെ പ്രവാചകനാണ്, നീ സാറയെ വിട്ടുകൊടുക്കണം. സ്തോത്രം. അവൻ ദൈവം അബ്രഹാമിനും അബിമേലെക്കിനും നടുവിൽ ഇറങ്ങി. ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്ന നിങ്ങളോട് ഒരു പ്രവചന ശബ്ദം കൈമാറുക. നിങ്ങൾക്കും നിങ്ങളുടെ പ്രശ്നത്തിനും നടുവിൽ ഉടയവൻ ഇറങ്ങുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുക. നിങ്ങൾക്കും നിങ്ങൾ ശ്രമിച്ചിട്ട് പരിഹരിക്കാൻ കഴിയാത്ത കാര്യങ്ങളുടെ നടുവിൽ പ്രാർത്ഥിക്കുന്ന താങ്കൾക്ക് വേണ്ടി അബ്രഹാമിനും അബിമേലെക്കിനും നടുവിൽ ഉടയവൻ ഇറങ്ങിയതുപോലെ താങ്കൾക്ക് വേണ്ടി ഉടയവൻ ഇറങ്ങാൻ പോകുകയാണ്. എത്ര പേരാ ദൈവശബ്ദത്തെ ആമേൻ പറഞ്ഞ് സ്വീകരിക്കും? ആ ദൈവം യഹോവയായ ദൈവം പറയാ, അവൻ എന്റെ പ്രവാചകനാണ്. അർത്ഥം, ദൈവിക ബന്ധത്തിൽ കയറിയപ്പോൾ ആ മനുഷ്യനൊരു പ്രോഫറ്റായി മാറുകയാണ്. പ്രവാചകനായി മാറിയതിന്റെ തെളിവൊക്കെ വേദപുസ്തകത്തിൽ പറയുന്നു. പക്ഷെ ഞാൻ ആ പദം വേഗത്തിൽ വിടുകയാണ്. അബ്രഹാം ദൈവത്തിന്റെ പ്രവാചകനായിരുന്നു എന്നൊക്കെ നമുക്ക് തെളിയിക്കാൻ പറ്റും. ഞാൻ ആ ഭാഗം വിട്ടുമാറുകയാണ്. അടുത്തത് നിങ്ങൾക്കറിയാമോ, അവൻ ആ പ്രവൃത്തി ചെയ്യുക നിമിത്തം അബിമേലെക്കിനുണ്ടായ ഒരു പ്രശ്നം അവിടെ വായിക്കുന്നുണ്ട്. 20:17 അബ്രഹാം ദൈവത്തോട് അപേക്ഷിച്ചു. അപ്പോൾ ദൈവം അബിമേലെക്കിനെയും അവന്റെ ഭാര്യയെയും അവന്റെ ദാസിദാസന്മാരെയും സൗഖ്യമാക്കി. അബിമേലെക്ക് ചെയ്ത തെറ്റ് നിമിത്തം താനും തന്റെ ഭാര്യയും കുടുംബം മാത്രമല്ല ദാസിദാസന്മാർക്ക് മുഴുവൻ രോഗം ബാധിച്ചു. അതല്ലേ അവിടെ മനസ്സിലാക്കാൻ വരുന്നത്. രോഗം ബാധിക്കാനായിട്ട് ഇടത്തുന്നു അവർ ചെയ്ത തെറ്റ് നിമിത്തം. പക്ഷേ അബ്രഹാം പ്രാർത്ഥിച്ചപ്പോൾ അവർക്കെല്ലാം സൗഖ്യമുണ്ടായി. അവൻ അടുത്ത ദൂത്, അവൻ പഴയ നിയമത്തിലെ ആദ്യത്തെ സൗഖ്യം ആരുടെ കരത്തിലെ വെളിപ്പെട്ടെന്നറിയാവോ? അബ്രഹാമിന്റെ കരത്തിലൂടെയാണ് ആദ്യത്തെ സൗഖ്യ ശുശ്രൂഷ ഈ ദൈവ മനുഷ്യൻ നിർവഹിക്കുന്നത്. അബിമേലെക്കിന്റെ കൊട്ടാരത്തിനകത്ത ഇന്ന പകലിൽ ദൈവമായ ബന്ധത്തിൽ കയറിയാൽ നിങ്ങളുടെ ശുശ്രൂഷയുടെ ലെവലുകൾ മാറാൻ പോകുകയാ. ഈ പകൽ ശുശ്രൂഷകന്മാർ, ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹമുള്ളവർ, ദൈവവിളിയുള്ളവർ ഈ ദൈവശബ്ദത്തെ ആമേമറ സ്വീകരിക്കണം. ചിലരുടെ ഒരു പ്രൊഫറ്റിക്കൽ മാൻഡിൽ വീഴാൻ പോകുകയാ. പ്രവചനത്തിന്റെ അഭിഷേകം, പ്രവചനത്തിന്റെ
തലങ്ങൾ, പ്രവചനത്തിന്റെ ആഴമേറിയ തലങ്ങൾ ഈ പകൽ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ മേൽ അങ്ങനെ ഒരു കൈമാറ്റം സംഭവിക്കാൻ പോകുന്നു. 2, നിങ്ങളുടെ കരങ്ങളിലൂടെ നിരവധി രോഗസൗഖ്യങ്ങൾ സംഭവിക്കാൻ പോകുകയാണ്. താങ്കളുടെ സഭാ വളർച്ചയ്ക്കായി കൃപാവരങ്ങളെ പരിശുദ്ധാത്മാവ് താങ്കളിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് പോലെ ശുശ്രൂഷയുടെ ലെവലുകൾക്കകത്ത് വലിയ മാറ്റം. അഭിഷിക്തന്മാരെ, വിളിയുള്ളവരെ നിങ്ങളെ നോക്കി ആത്മാവ് ഇടപെടുകയാണ്. ഈ കാലഘട്ടത്തിന്റെ ശബ്ദമായി എനിക്ക് ഇതിനകത്ത് ചിലതിനെ വേണം, എന്റെ നാമത്തിൽ ചിലതിനെ സൗഖ്യമാക്കി ദൈവരാജ്യത്തിൽ അവകാശമാക്കേണ്ടതിന് എന്റെ കരമായി പ്രവർത്തിക്കാൻ എനിക്ക് ഇന്ന് പകൽ ചിലതിനെ വേണമെന്ന് ആത്മാവ് ഇടപെടുകയാണ്. ഈ പകൽ കർത്താവെ, എന്നെ വിളിച്ചൊത്തവണ്ണം പ്രയോജനപ്പെടുവാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു, എന്നെ അവിടെ ഉപയോഗിക്കണമെന്ന് ഈ പകൽ എത്ര പേർ പ്രാർത്ഥിക്കാൻ തയ്യാറാകും? അവന്റെ സ്പിരിച്വൽ മാറ്റങ്ങളെ നമ്മൾ ചിന്തിച്ച്, 1, സ്നേഹിതനായി മാറി. 2, അവന്റെ പ്രവൃത്തി വിട്ടൊഴിഞ്ഞ് അവൻ ദൈവത്തെ ആരാധിക്കുന്ന ആലയം ഉണ്ടാക്കുന്നവനെ മാറി, സ്നേഹിതനായി മാറി. 2, ദൈവത്തിന്റെ പ്രവാചകൻ. 3, ദൈവത്തിന്റെ പ്രവാചകൻ. 4, അവൻ ഒരു ഹീലിംഗ് മിനിസ്ട്രി അവനിലൂടെ വെളിപ്പെടുകയാണ്. ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു ശുശ്രൂഷ അവനിലൂടെ വെളിപ്പെടുക. ആരുടെയൊക്കെ പറയുന്നു, ഇതുവരെ താങ്കൾ കൈകാര്യം ചെയ്തിട്ടില്ലാത്ത ഒരു അഭിഷേകത്തിന്റെ അടുത്തൊരു തലത്തിലേക്ക് താങ്കളിലെ പരിശുദ്ധാത്മാവിന് കരം പിടിപ്പാൻ പദ്ധതിയുണ്ട്. ഇതുവരെ വെളിപ്പെട്ടിട്ടില്ലാത്ത ദൈവമഹത്വം താങ്കളുടെ കരങ്ങളിലൂടെ വെളിപ്പെടുത്താൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഈ ദൈവ ശബ്ദം എന്നോടാണ്, എനിക്ക് ആവശ്യമുണ്ടെന്ന് പറയുന്നവർ ആമേൻ പറയുന്നതിനെ സ്വീകരിക്കുക. ഇതുവരെ വെളിപ്പെടാത്തത്, ഇതുവരെ വെളിപ്പെട്ടിട്ടില്ലാത്ത ഒരു മഹത്വകരമായ ശുശ്രൂഷ, ഒരു തേജസ്സിന്റെ ശുശ്രൂഷ, ഒരു ഗ്ലോറിയുടെ ശുശ്രൂഷ ചിലതിന്റെ മേൽ ആത്മാവ് ഈ അന്തരീക്ഷത്തിൽ കൈമാറുകയാണല്ലോ. ആമേൻ പറഞ്ഞതിനെ സ്വീകരിക്കുക. റബാരഘടക ശൈലമരഘടക ഒറ്റ പദം കൂടെ പറഞ്ഞ് നിർത്തുകയാണ്. ഈ മനുഷ്യന്റെ പേര് ഇവിടെ മാത്രമല്ല വിശാലമാക്കപ്പെട്ടത്, പ്രസിദ്ധമാക്കപ്പെട്ടത്. നിങ്ങൾക്കറിയാമോ, ഇനി നമ്മൾ നിത്യത ചെല്ലുമ്പോൾ അബ്രഹാമിന്റെ മടി എന്ന് പറയുന്നൊരു ഇടം നമുക്ക് അവിടെ കാണാൻ പറ്റും. നമ്മളതൊരു വ്യക്തിയെ സൂചിപ്പിക്കുന്നതല്ല. യഹൂദ തൽമൂദുകളിൽ ഞാൻ അതിന്റെ ചരിത്രം പഠിച്ചപ്പോൾ അതൊരു പർദീസയുടെ ആ സ്ഥലത്തിന് കൊടുത്തിരിക്കുന്ന പേരാണ് അബ്രഹാമിന്റെ മടി. ധനവാന്റെ ലാസന്റെ കഥ നമുക്കറിയാം. ഒരുവൻ അബ്രഹാമിന്റെ മടിയിലിരിക്കുന്ന ഭാഗം നമുക്ക് ലൂക്കോസ് 16-ാം അധ്യായത്തിൽ കാണാൻ കഴിയും. അത് യഹൂദ തൽമൂദിൽ നമ്മൾ അതിന്റെ ചരിത്രം പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത് പർദീസയുടെ ഒരു ഇടത്തെ കുറിച്ചാണ് ആ പേര് അവിടെ വെളിപ്പെട്ട് നിൽക്കുന്നത്. ഒരു ദൂത് ഞാൻ പറയട്ടെ, ദൈവത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചവന് ഒരു കാലടി മണ്ണ് പോലും കൊടുക്കത്തില്ലെന്ന് തന്റെ അപ്പൻ തീരുമാനമെടുത്തപ്പോൾ ഈ ഭൂമിയിൽ മാത്രമല്ല സ്വർഗം അവനെ അവകാശം കൊടുത്തത്. സ്വർഗതലത്തിൽ അവന്റെ പേര് ഉച്ചരിക്കത്തക്ക നിലവാരത്തിൽ അവന്റെ പേരിനെ വലുതാക്കിയ ഒരു ദൈവമഹത്വമുണ്ട്. എന്നോടൊരു ദൂത് പരിശുദ്ധം ഇടപെടുക. എന്റെ നാമത്തിൽ നീ വീട്, വസ്തു, ഭാര്യ, ഭർത്താവ്, മക്കൾ ഉടയവരെ വിട്ടിറങ്ങിയ ഇവിടെ മാത്രമല്ല വരാനിരിക്കുന്ന ലോകത്തും പ്രതിഫലമുണ്ടാകുമെന്ന് ദൈവം പറഞ്ഞെങ്കിൽ, അത് അബ്രഹാമിന്റെ ലൈഫിൽ ദൈവം അത് അനുവർത്തിച്ചെങ്കിൽ ഇന്ന് മകൻ വിശ്വസിച്ച് എന്നെ മാനിക്കുന്നവരെ ദൈവം മാനിക്കും. അബ്രഹാമിന്റെ ലൈഫിനകത്ത് നിരവധി സ്പിരിച്വൽ ബ്ലെസ്സിങ്സുകൾ നടന്നു. അവൻ ഫിനാൻഷ്യലി ബ്ലെസ്ഡ് ആയി, ഫിസിക്കലി അവൻ ബ്ലെസ്ഡ് ആയി, മെന്റലി അവൻ ബ്ലെസ്ഡ് ആയി. ഇന്ന് മകൻ ദൈവത്തിലൂടെ ഇറങ്ങി തിരിച്ച അബ്രഹാമിന്റെ ലൈഫിൽ ഇത്രയും മാറ്റം വരുത്തിയെങ്കിൽ എന്നെ കേൾക്കുന്ന അതിന്റെ കേൾവിക്കാരോട് കർത്താവ് ഇടപെടുക. അബ്രഹാമിനെ പോലെ ഒരാഴമേറിയ ബന്ധത്തിൽ കയറിക്കോ. താങ്കളുടെ സ്ഥിതിഗതികളെ മാറ്റുവാൻ എന്റെ ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. അവനാകയാൽ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ആഴമേറിയ ബന്ധത്തിൽ പിന്നെയും മുന്നേറുവാൻ ദൈവം നമ്മെ ഇവരെ സഹായിക്കട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ എന്റെ വാക്കുകൾക്ക് വിരാമം ഇടുന്നു. ആമേൻ.